കൂട്ടുകാരെ കണ്ടു, ഇത്രയേ ഉള്ളൂ. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ദുചൂടൻ വന്നേക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ. എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? മോളല്ലേ റിമ കലിങ്കൽ? എന്റെ ദൈവമേ, വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ അവിടെ ഇരിക്കും. വിളിച്ചാലേ വിളിയെ കൊള്ളൂ, അല്ലെങ്കിൽ വിളിയെ ഉണ്ടാവില്ല. ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക 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 ചക്കര ചെമ്പഴുക്ക. എന്റെ നാഷിക്കബു, ഒരു സീനിലെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അടുത്ത പടത്തിൽ എന്തായാലും ആഷിക്ക് എന്നെ വിളിക്കണമെന്ന് പറയണം കേട്ടോ. അതെ അതെ, ഭർത്താവിലേക്കുള്ള ഏറ്റവും നല്ല വഴി ഭാര്യ തന്നെയാണ്. ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ശംഭോ മഹാദേവ. Good evening and welcome to Luna's Comedy Super Night, powered by Gopu Nandalan Gmart, co-presented by Kairali TMD Steel Bars. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് ഏട്ടനെ. നമസ്കാരം, നമസ്തേ. സുഖാണല്ലോ എല്ലാവർക്കും? അപ്പൊ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ആരൊക്കെയാണ് ഇന്നത്തെ അതിഥികൾ എന്നല്ലേ? യെസ്, മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച 2 നായികമാർ. വീണ്ടും പറയാം, മലയാളത്തിന്റെ 2 പെൺപുലികൾ. ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കൈയടക്കിയ നമ്മുടെ പ്രിയങ്കരിയായ നായിക റിമ കലിങ്കൽ. മലയാളിക്ക് ഒരു ഫീമെയിൽ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അതാര് എന്ന ചോദ്യത്തിന് ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകർ ഒരുമിച്ച് പറയുന്ന ഒരേ ഒരു ഉത്തരം, the one and only മഞ്ജു വാര്യർ. യെസ്, നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട റാണി പത്മിനിമാർ. യെസ്, മഞ്ജു വാര്യർ ആൻഡ് റിമ കലിങ്കൽ. നമസ്തേ. ഹായ് മഞ്ജു. ഹലോ ഹലോ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ മഞ്ജു? സുഖമായിട്ടിരിക്കുന്നു സുരേട്ടാ, അങ്ങനെ പോണു. ഇപ്പൊ ഇപ്പൊ റാണി പത്മിനി ആണ് വിശേഷം. അതെ, നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ റാണി പത്മിനി എന്ന സിനിമയുടെ ആദ്യ ഒരു സംരംഭമാണ്. ചാനലുമായിട്ടുള്ള ആദ്യ സംരംഭത്തിന് നമുക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തി എന്നുള്ളതാണ്. പിന്നെ ആഷിഖ് കപൂറിന്റെ പടം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ലക്ഷങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആഷിഖിന്റെ ഏത് പടം ഇറങ്ങിയാലും
ഇപ്പൊ അതിനോടൊപ്പം തന്നെ മഞ്ജു വാര്യറും കൂടി അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വർണത്തിന് സുഗന്ധം വന്ന പോലെ ഒരു അവസ്ഥയാണ് അല്ലേ? അതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ. ഇതൊക്കെ എപ്പോ പഠിച്ചു? അതൊക്കെ ഞാൻ ഇത്തിരി സാഹിത്യമൊക്കെ എനിക്ക് വശമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കൂട്ടുകെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒരു പ്രേക്ഷകനാണ്. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ കാണാനും. പിന്നെ ആദ്യമേ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. അതിനു മുമ്പ് ഈ റാണി പത്മിനി പേര് തന്നെ ഒരു വളരെ വെറൈറ്റി പേരാണ് അല്ലേ? ആ പേരിനൊരു കയ്യടി കൊടുക്കാം. റാണി പത്മിനി, ഇതാരാണ് ഈ പേരിട്ടത്? ആരാ പേരിട്ടത്? ആഷിഖാണ് പേരിട്ടത്. ആഷിഖ്. ഇതിൽ ആരാണ് ആണി, ആരാണ് പത്മിനി? ആണിയല്ല, സോറി, ആരാണ് റാണി, ആരാണ് പത്മിനി? ആരാണ് റാണിന്ന് അറിയോ? ആരാന്നറിയോ? ട്രെയിലർ കണ്ടിരുന്നോ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ. ആരാണ് റാണി? മുട്ടേന്ന് വിരിഞ്ഞില്ല. ചേച്ചി വിളിയടാ. കുഴപ്പമില്ല കേട്ടാ, മഞ്ജു വാര്യരെ എന്ന് വിളിച്ചു. അങ്ങനെയാ കുട്ടികളെ വിളിക്കുക. റിമ കല്ലിങ്ങലിനെ വിളിക്കുള്ളൂ. റിമ കല്ലിങ്ങൽ ചേച്ചി ഇന്നെ വിളിക്കാം. അങ്ങനെയാണോ? റിമ കല്ലിങ്ങൽ ചേച്ചി ഇന്നെ വിളിക്കാം. അപ്പൊ പറയൂ, നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വരട്ടെ. ആരാണ് റാണി, ആരാണ് പത്മിനി? അവരിപ്പോ ഗസ് ചെയ്തത് മഞ്ജു ആണ് റാണി എന്നാണ്. She's Padmini and I'm Rani. അപ്പൊ റാണി പത്മിനി. ഇവരാണ് റാണി പത്മിനിമാർ. ഇനി നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണാം. ചീത്തപ്പേര് കേൾപ്പിക്കരുത്. കാട്ടുപറമ്പത്തെ ശങ്കരൻ വൈദ്യരുടെ മോളാണ് നീ. ഇനി സൊസൈറ്റി നിനക്ക് പുല്ല് വില തരില്ല. പോട്ടെ, നിനക്ക് തന്നെ നിന്നെ വല്ല വിലയുണ്ടോ? എന്നാ വാ, പോവാം. ഒരു പെണ്ണിന് വീട്ടിലിരുന്നാൽ പറ്റാവുന്ന അപകടങ്ങളെ റോട്ടിലും ഉള്ളൂ. ഇതിവിടെ നടക്കില്ല മോളെ. നിന്റെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഗിരിക്കല്ല എനിക്കാണ് കൂട്ടു വേണ്ടതെന്ന്. ഇതാരാ? റാണി പത്മിനിയുടെ അളിയനാ. നീ എന്തിനാ ഈ ജോലിക്ക് പോണ കാര്യമൊക്കെ ഇത്ര ഡിസ്കസ് ചെയ്യണം? राजा है ना तू, वही क्रिमिनल। वैसे फिल्म स्टार्स और गैंगस्टर्स को अपनी इंट्रोडक्शन देना अच्छी बात नहीं है। आपकी आंखें बहुत खूबसूरत हैं। നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ. പൊടി കാലിത്തീറ്റേ. कोई दिक्कत नहीं है, मिस्टर गिरी से कहो कि कूल रहें। आप पद्मिनी जी को किसी तरह रोक के रखो वहाँ मॉर्निंग तक। നമ്മൾ ആണുങ്ങള് കൺവീനിയൻസിന്റെ രാജാക്കന്മാരാണ്. ഈ വേചാറാവല്ലേ? बम्बई वो 80 90 पूरे 100। റാണി, പെൺകുട്ടികൾ സൂപ്പർ അല്ലേ? എന്താടോ, എന്താ അടി അടിച്ചത്? സത്യ ആ അടിയിലുണ്ടല്ലോ ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ ഇതില് എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു സംഭവമാണ് ട്രെയിലറിൽ. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം. അത് തന്നെയാണ് ഉദ്ദേശം. ട്രെയിലർ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പുകയിൽ നമ്മൾ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് ട്രാവൽ മൂവിയാണോ? യെസ്. രണ്ട് ഇപ്പൊ ഒരു വൺ ലൈൻ പോലെ പറയുകയാണെങ്കിൽ, രണ്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകൾ കണ്ടുമുട്ടി ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഇതിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ എന്നൊരു ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ജു എക്സ്പീരിയൻസ് ആഷിഖ് അബുവുമായിട്ടുള്ള? ഇത് ശരിക്കും ഈ ഒരു സിനിമയിലേക്ക് എന്നെ ആകർഷിച്ച പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഇതൊരു ആഷിഖ് അബു സിനിമയാണ് എന്നുള്ളത് തന്നെയാണ്.
അത് ആഷിക്കിന്റെ എല്ലാ സിനിമകളും നേരത്തെ സുരാജേട്ടൻ പറഞ്ഞ പോലെ സാധാരണ ഒരു പ്രേക്ഷകനെ പോലെ തന്നെ എല്ലാ സിനിമകളും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആഷിക്കിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റണം എന്ന് ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് അതൊരു സത്യമാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ആഷിഖ് അബു എന്നുള്ള സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം ഇതിലുണ്ട്. ഇവിടെ സഫലമായി. അത് പത്മിനി എന്ന ക്യാരക്ടറിലൂടെ സഫലമായി. പിന്നെയുള്ളത് റിമ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്, ഒരു ഡാൻസർ ആണ്. അതേപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി, ഒരു പറയുന്ന കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് റിമ. അപ്പൊ റിമയുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്നിട്ടടി ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയും, നീ അടുത്ത എന്നെ കുറിച്ച് ഇങ്ങനെ പറയണേ, അങ്ങനെ ട്രെയിനിങ് വല്ലതും ഉണ്ടായിരുന്നോ? അതൊരു വേറെ കാര്യം. പിന്നെ ഉള്ളത് ഇതൊരു ട്രാവൽ മൂവിയാണ് എന്നുള്ളത്. കാരണം എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഇഷ്ടമുള്ള മറ്റൊരു കാര്യമായ ഒരു യാത്രയും കൂടി നമ്മുടെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ, അതും ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവി ചെയ്തിട്ടില്ല, ഒരു സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കഥ, അതേപോലെ സ്ക്രിപ്റ്റ് ശ്യാം പുഷ്കറാണ്, ഇതിൻ്റെ ക്യാമറ മധു നീലകണ്ഠനാണ്, അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ അല്ലേ, അതെ, എല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സിനിമ ഒന്ന് റിലീസ് ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്നാണ് റിലീസ്? ഒക്ടോബർ 23 റിലീസ്. അപ്പോൾ നമ്മുടെ മലയാളക്കര ആകെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് മഞ്ജു വാര്യരുടെ, ആഷിഖ് അബുവിൻ്റെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച റാണി പത്മിനി എന്ന സിനിമ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ കാണാൻ. ഉറപ്പായിട്ടും കണ്ട ഉടനെ നമ്മൾ കോൾ ചെയ്തിരിക്കും. അതുപോലെ രണ്ടുപേർക്കും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇമേജ് ആണുള്ളത്. ശരിക്കും നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലേഡീസ് തന്നെയാണ്. കാരണം മഞ്ജു ചേച്ചി എതിരുള്ള കഥാപാത്രങ്ങൾ നമുക്കറിയാം, മലയാളം എക്കാലത്തും കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു അഭിനേത്രിയാണ് മഞ്ജു ചേച്ചി. വളരെ ശരിയാണ്, ഭാഗ്യം കിട്ടി എന്നുള്ള വാക്കാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. എനിക്ക് ശരിക്കും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്. അതുപോലെ തന്നെ 22 FK എന്ന ഒറ്റ ചിത്രത്തോടു കൂടി കംപ്ലീറ്റ് ഇമേജ് മാറ്റി, എന്താ പറയണ്ട, അതുപോലെ ബ്രില്യന്റ് ആയിട്ട് ചെയ്ത അതാണ്. അല്ല, ആ സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ ഞെട്ടിയിരിക്കും നമ്മൾ. 22 FK ഞാൻ കണ്ടു. അതിന്റെ ഫസ്റ്റ് അതിന്റെ സ്ക്രിപ്റ്റ് നറേഷനിൽ ഇരിക്കുമ്പോൾ ഞാനും ഞെട്ടിയിരുന്നു പോയി. ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് ഒരിക്കലും വിചാരിക്കില്ല. അത് അസാധ്യമായിട്ട് ആഷിഖ് അബു ചിത്രീകരിച്ചു, പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനുശേഷമാണോ കെട്ടണമെന്ന് തോന്നിയത്? അതിന് മുമ്പേ ലവായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊരു എന്താ പറയാ, രണ്ട് സ്ത്രീകളുടെ ഒരു ട്രാവൽ മൂവിയാണല്ലോ. അപ്പൊ എനിക്ക് ഇപ്പൊ മഞ്ജേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ശ്യാമേട്ടനും ആഷിഖും ശ്യാം പുഷ്കരൻ ഇതിന്റെ റൈറ്റേഴ്സും രവിശങ്കറും രണ്ടുപേരും കൂടിയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തില്ല. അല്ല, എനിക്കറിയാവുന്ന സ്ത്രീകളെ ഒരുപാട് സ്നേഹിക്കുന്ന, മീൻസ് സ്ത്രീകളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് രണ്ട് ഫെമിനിസ്റ്റുകളാണ് ആഷിഖും ശ്യാം പുഷ്കരനും. അവർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു അവരെ പോലെ ഈ ഒരു സ്ക്രിപ്റ്റിന് അല്ലെങ്കിൽ ഈ മൂവിക്ക് ഒരു പിന്തുണ നൽകാൻ ഇതിലും നന്നായിട്ട് വേറെ രണ്ടുപേർക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല, ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവി ചെയ്യാൻ എന്തുകൊണ്ടും ഐ ഫീൽ ആഷിഖ് ആൻഡ് ശ്യാം. തീർച്ചയായിട്ടും അവരുടെ ഒരു സെൻസ് മനസ്സിലാക്കാനായിട്ട് ഇതിന്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. കുട്ടിക്കാലം, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലം കാണിക്കുന്ന ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. അപ്പൊ അതില് ആ ടൈറ്റിൽ സോങ് ഷൂട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുൾ റെഡി ആയി കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പ്ലേ ഫുൾ വിത്ത് മ്യൂസിക് എല്ലാം കൂട്ടിയിട്ട് പ്ലേ ചെയ്ത് എന്നെ ഒന്ന് കാണിച്ചു. ശരിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു ഫീലിങ്ങിൽ. കാരണം അത്രയും ഒരു കുട്ടികളുടെ മനസ്സ് തൊട്ട് അതൊരു കൗമാരത്തിലേക്ക് കടന്ന്, അപ്പോൾ അതിൽ അവർക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ വലിയ പ്രകടമായിട്ട് കാണിക്കാതെ വളരെ സട്ടിലായിട്ടുള്ള മൊമെന്റ്സിലൂടെ ആ സോങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കണമല്ലോ. ഐ മീൻ അവർ രണ്ടുപേരും ആണുങ്ങളല്ലേ, അവര് ഈ സൈഡിൽ നിന്ന് ആലോചിച്ച് അത് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ. ചർച്ച ചെയ്തോ? ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പൊ ആഷിഖ് ആയതുകൊണ്ട് തന്നെ
സ്ക്രിപ്റ്റിനോടൊപ്പം ഫുൾ എല്ലാം സ്ക്രിപ്റ്റ് എന്റെ ക്യാരക്ടറും ഈവൻ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറൊക്കെ രൂപപ്പെട്ട് വരുമ്പോ തൊട്ടിട്ട് തന്നെ ഞാൻ ഈ സിനിമയുടെ കൂടെ ഇരുന്ന് ഡിസ്കഷൻസിനൊക്കെ അത് ഭയങ്കര ഭാഗ്യ സുരാജ് ചേട്ടാ അല്ലേ? ആക്ട്രസസിന് കിട്ടാത്തൊരു ഭാഗ്യാണ് അത്. ശരിക്കും നമുക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ പറ്റും, അത് ചെയ്യാൻ വളരെ ഈസിയാണ് ഇങ്ങനെ കൂടെ ഇരുന്ന് വർക്കില്. ഇപ്പൊ ആക്ടേഴ്സ് ഒക്കെ ആവുമ്പോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഡയറക്ടേഴ്സും ഇവരെല്ലാരും കൂടി സിനിമ തുടങ്ങുന്നതിന് മുന്നേ ട്രിപ്പിനൊക്കെ പോകും ഇല്ലേ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ആക്ട്രസസിന് ഒരിക്കലും ഒരു ഭാഗ്യം കിട്ടില്ല. തീർച്ചയായിട്ടും ഇത് സമയത്തൊക്കെ വിളിക്കുന്നു, വന്നു അപ്പൊ തന്നെ എന്തോ ചെയ്യുന്നു പോകുന്നു. അതെ, ഇപ്പൊ സിനിമകളെല്ലാം ഇപ്പൊ റിമ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുകയാണ്, ഒരു ഗ്രൂപ്പാണ് വർക്ക്. അതിൽ നിന്നുള്ള സിനിമകളെല്ലാം ഗംഭീര വിജയമാണ്. ഇപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നത് കേട്ടപ്പോ സത്യം ഒരു ആസ് ആൻ ഓഡിയൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇന്ന് റിലീസായാൽ കൊള്ളാമെന്നുണ്ടാവും. ഇതിൽ മത്സരിച്ച് അഭിനയിക്കുകയാണ്. ശരിക്കും ആരാ നന്നായിട്ട് അഭിനയിച്ചത്? ഒട്ടും മത്സരമില്ലായിരുന്നു. അത് ഇല്ല, അത് പ്രത്യേകിച്ച് എടുത്തു പറയണം. കാരണം റിമ പല സീൻസിലും റിമയുടെ സജഷൻസ് അങ്ങ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് എൻ്റെ ചില സീൻസിൽ റിമയുടെ സജഷൻസ് അനുസരിച്ച് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചതിലും മുകളിൽ പോയി. എന്തോ ഒരു പാകപ്പഴ പോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ബാക്കിയുള്ളവരുടെ കാര്യമാകുമ്പോൾ നമുക്ക് അത് ഇതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ തോന്നും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും കൂടുതലും. റിമയുടെ കാര്യത്തിൽ എനിക്ക് സജഷൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ റിമ അങ്ങ് അടിച്ചു പിന്നിച്ചു നിൽക്കും. അല്ല, മഞ്ജു ഒക്കെ ഇത്രയും പറയണമെങ്കിൽ ഒന്നുമില്ലാതെ പറയില്ല. അല്ല, സുരാജ് ചേട്ടന് അറിയാലോ, നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അല്ല, ആ ഒരു എനർജി കൂടെ നിൽക്കുന്ന അഭിനയിക്കുന്നത് തൊട്ട് നമ്മുടെ ക്യാമറാമാന്റെ എനർജി തൊട്ട് നമ്മുടെ ചുറ്റുള്ള എല്ലാവരുടെയും എനർജിയിൽ നിന്നാണ് ആ മൊമെന്റിൽ ആ മാജിക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ടീമിന്റെ ബ്യൂട്ടിയാണ്. പിന്നെ ഞാൻ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് ചെറിയ ഐറ്റം ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് വളരെ ശരിക്കും പിന്നെ ഈ കുട്ടിക്കാലത്തെ പാട്ട് എന്ന് പറയുന്നു, പാട്ട് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ആ കുട്ടിക്കാലത്ത് ആ പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാവോ? രണ്ടുപേരും കൂടെ പാടാവോ? പാടുന്നു. മാരിവില്ലിൻ പീലി വീഴുമാ മേട്ടില് പായ് വിരിച്ചു കാത്തിരുന്നിടാം. പാതിരയ്ക്കു മിന്നൽ പോകുമാ കാവില് കാഞ്ഞിരത്തിനുഴലാടിടാം. കാട്ടുഞാവൽ കാപറിച്ചിടാം. നല്ലൊരു പാട്ട്. അല്ല, നന്നായിട്ട് പാടിയത് അവസാനം പാടൂലേ? നന്നായിട്ട് പാടും. അതെ, അല്ല പാടി നമ്മള് സിനിമയിൽ കേട്ടിട്ടുള്ളതല്ലേ? സിനിമയിൽ പാടിയിട്ടുള്ളതല്ലേ? അതിന് ഹൈപ്പിച്ചൊന്നുമില്ല. എവിടെയായിരുന്നു അതിന്റെ ലൊക്കേഷൻസ്? എവിടെയൊക്കെയായിരുന്നു? ശരിക്ക് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഞങ്ങൾ തുടങ്ങിയത് ഇവിടെ ഒറ്റപ്പാലത്ത് നിന്നാണ്. തുടങ്ങി ഐശ്വര്യമായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഡൽഹി, ചണ്ഡീഗഡ്, പിന്നെ ഡൽഹി, പിന്നെ മണാലി, പിന്നെ ജിസ്പ. മണാലിയില് ജിസ്പ. മണാലി കഴിഞ്ഞ റോത്താങ് പാസ് കഴിഞ്ഞ് കയറി ലാഹോൾ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു ഒരു വില്ലേജ് ഉണ്ട്, ജിസ്പ എന്ന് പറഞ്ഞിട്ട്. മണാലിയിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി. എന്നാൽ ഒരു ഐ തിങ്ക് മോർ ദാൻ 16,000 ഫീറ്റിന്റെ മുകളിൽ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് ബോധം കിട്ടൊക്കെ വീഴും. തീരെ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പൊ നമ്മുടെ സൗണ്ട് റെക്കോർഡിസ്റ്റ്, ബിക്കോസ് ഹി ഹാസ് വലിയൊരു ബാഗ് ഉണ്ടാവില്ലേ ഈ സൗണ്ട് റെക്കോർഡ്, ഈ വെയിറ്റും കൂടിയും. അനുരാജ്, അതെ, നടക്കാൻ പറ്റില്ല, ഓക്സിജൻ ഇല്ലേ. നമുക്ക് 2 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കിതയ്ക്കും. പിന്നെ ഭയങ്കര കുന്നും. ഇപ്പൊ ഇവരിങ്ങനെ പറയുന്നത് ആ കുന്നിന്റെ മുകളിലേക്ക് കയറിക്കോ, ഈ കുന്നിലേക്ക് കയറിക്കോ എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി എല്ലാരും തടി കുറഞ്ഞു. ഞങ്ങൾ എല്ലാരും തിരിച്ചു വന്നപ്പോഴേക്കും റിമ മാത്രം തടി കുറഞ്ഞില്ലല്ലോ. ഇതെന്ത് തടിയാണ്? ഇത് ഡ്രസ്സിന്റെ ആണ്. ഞാൻ നേരത്തെ കാണുന്നതിനേക്കാളും വളരെ മെലിഞ്ഞു. അതുപോലെ തന്നെ മഞ്ജു ഇനി മെലിഞ്ഞത് എങ്ങോട്ട് പോകാൻ? ഏതോ ക്യാരക്ടറിന് വേണ്ടിയാ ചെയ്ത? അല്ലല്ല, അത് ആരുടെയോ ഒരു വെറുതെ ഇമാജിനേഷൻ ആണ്. ഞാൻ
അങ്ങനെ ക്യാരക്ടറിന് വേണ്ടി തടി കുറയ്ക്കണമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാ. അല്ല, ചേട്ടനറിയോ അപ്പൊ മഞ്ജു ചേച്ചി അവിടെ കാറിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുന്ന് ഒക്കെ ആളുകൾ കണ്ടല്ലോ. അപ്പൊ എല്ലാരും കൂടി മഞ്ജു വരെ കണ്ടു, ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെ ഇത്രയേ ഉള്ളൂ. സ്ക്രീനിൽ കണ്ടപ്പോ കുറച്ചുകൂടെ വലിയ ആളാ വിചാരിച്ചത്. നേരെ കണ്ടപ്പോ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് എല്ലാവരുടെ അതായിരുന്നു. തീരെ മെലിഞ്ഞിട്ടാണ്. സത്യം. ഇപ്പൊ മഞ്ജുവിന്റെ മിക്ക പടങ്ങളും ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ആരാധനയോടുകൂടി ഞാൻ നോക്കിയിരുന്നു. എപ്പോഴെങ്കിലും മഞ്ജുവിനൊന്ന് നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴൊന്നും നടന്നില്ല. ഈ അടുത്ത സമയത്ത് നമ്മുടെ സിനിമയിൽ റോഷൻ ആൻഡ്രൂസിന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന പടത്തിന്റെ ലൊക്കേഷനിൽ വരുന്നു. അപ്പോൾ മഞ്ജു ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ റോഷൻ ആൻഡ്രൂസ് നമ്മുടെ കാരവാനകത്തിരിക്കുന്നു. ഞാൻ ചെന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ നോക്കുന്നു. ഞാൻ പറഞ്ഞു മഞ്ജു ഒക്കെ എപ്പോഴാണ് വരുന്നത്? മഞ്ജുവിനെയൊക്കെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. ഇതുവരെ സാധിച്ചിട്ടില്ല. നിന്റെ മുമ്പ് അയക്കുന്ന ഇതാണ് മഞ്ജു. ഇതാ മഞ്ജു. ശരിക്കും എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടേ ഇല്ല. ഞെട്ടിപ്പോയി. ഐ തിങ്ക് ക്യാമറ ആഡ്സ് വെയിറ്റ് ടു യു. അങ്ങനെ തോന്നണത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ചോളെ ആൾക്കാർ കാണുമ്പോ പെട്ടെന്ന് ഇത്രേ ഉള്ളൂ വെച്ച് മൊത്തത്തില്. റീമ ഭയങ്കര സാഹസികയാണ് തോന്നുന്നു. ഈയിടെ കായലില് വീഴൊക്കെ ചെയ്തില്ലായിരുന്നു. അത് സാഹസികമല്ല, വീണ് പോയതാ. കാണുമ്പോ എന്തെങ്കിലും ചോദിക്കണം വിചാരിക്കുക. ചാക്കോച്ചനെ ഞാൻ ചാക്കോച്ചാ വിടരുത് അറിയില്ല. സോ ഞാൻ ചാക്കോച്ചനടുത്ത് ചാക്കോച്ചാ വിടരുത്. ചാക്കോച്ചൻ നന്നായി നീന്തി അവിടെ ഒക്കെ കളിച്ച് നീന്തി വളർന്ന ആളായത്. ചിറകുടിഞ്ഞിങ്ങനെ സോങ് ഷൂട്ട് നടക്കുമ്പോ. നമ്മുടെ മലയാളത്തിലെ ഒരു നടിക്കും കിട്ടാത്തൊരു ഭാഗ്യം മഞ്ജു വാര്യർക്ക് കിട്ടി. നമ്മുടെ ഇന്ത്യയിലെ തന്നെ മികച്ച താരം എന്ന് പറയുന്ന അമിതാഭ് ബച്ചനോടും അതുപോലെ തന്നെ ഐശ്വര്യ റായോടൊപ്പം ഒരേ സമയത്ത് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഹങ്കാരമാണല്ലോ. നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ബച്ചൻ സാറിന്റെ. എത്രത്തോളം അദ്ദേഹം വലുതാണോ അത്രത്തോളം താഴ്മയാണ് അദ്ദേഹത്തിന്റെ ഒരു വിനയം, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരോട് ആരോടാണെങ്കിലും. ഇപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് നമസ്കാരം പറയാൻ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ അത്രയുമാണ് പ്രത്യേകിച്ച് സ്ത്രീകളോടും മറ്റു കൂടെ വർക്ക് ചെയ്യുന്നവരോടും ഒക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു സ്നേഹവും ഒരു കെയർ എന്ന് പറയുന്ന ഒരു സാധനം. അത് നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ എത്ര നിസ്സാരന്മാരാണ് എന്നുള്ളത് ഇത്രയും വെച്ചിട്ട് നമ്മളൊക്കെ എന്താ അഹങ്കാരം കാണിക്കണേ അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഐശ്വര്യം. അതെ, ഐശ്വര്യ റായ് എങ്ങനെയായിരുന്നു? ഐശ്വര്യം വളരെ സ്നേഹത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് എപ്പോഴും. എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും ഫോൺ ചെയ്യുകയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അങ്ങനെ ഒരു ദുരുപയോഗം ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയാണ്. പക്ഷെ എന്നാലും എവിടെ കണ്ടാലും സിനിമകളുടെ കാര്യവും ഒക്കെ അവർ വളരെ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഹൗ ഓൾഡ് ആർ യുവിനെ കുറിച്ചും ഒക്കെ ഐശ്വര്യക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ കഥ അവർ ഹിന്ദിയിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കും. അതിനെക്കുറിച്ച് ഒരുപാട് തമാശകളൊക്കെ പറയുകയും വളരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെയേ അല്ല. ഞാനൊക്കെ ഒരുപാട് പേടിച്ചാണ് അവരുടെ അടുത്ത് ചെന്നത്. നമ്മളെല്ലാവരും കണ്ടുപിടിക്കേണ്ട ആൾക്കാരാണ്. ഉറപ്പായിട്ടും. അവരുടെ ആ പെരുമാറ്റ രീതി, ഒരാളെ എങ്ങനെയാണ് വിളിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല, അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? നമ്മളൊക്കെ അതൊക്കെ കണ്ടുപിടിക്കണം. ഞാൻ പക്ഷെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണെന്ന് മാത്രമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഈ 16 വർഷത്തിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. 16 വർഷം. എത്ര വർഷം അഭിനയിച്ചു അതിനു മുമ്പ്? 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ദുചൂടൻ വന്നേക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ദുചൂടാ? എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? മറ്റൊക്കെ അവിടെ കാര്യസ്ഥനുണ്ട്. അല്ല, സിനിമയിൽ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഈ ക്യാമറയും മറ്റു സാധനങ്ങൾ പണ്ടും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ വ്യത്യാസം എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ഒരു സിനിമയിൽ ഇപ്പോഴും ഒരു കുടുംബം പോലെ തന്നെയാണ്. അതിൽ സിനിമ ഉണ്ടാകുന്ന ടെക്നിക്കൽ രീതികളിലേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. റോഷൻ ആൻഡ്രൂസിനോടൊപ്പം വർക്ക് ചെയ്ത ശരിക്കും ഈ നിരുപമ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ കേരളത്തിലെ അല്ല, മലയാളി സ്ത്രീകൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം മഞ്ജു വാര്യർ ആ ക്യാരക്ടർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും വീട്ടിൻ്റെ മണ്ടയിൽ ഈ പച്ചക്കറി കൃഷി അങ്ങോട്ട് സ്ഥിരമാക്കി. ഇപ്പോൾ
പച്ചക്കറിക്ക് ഇനിയിപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അതിന് പ്രത്യേക അഭിനന്ദനം അതിന്റെ തിരക്കഥാകൃത്തുക്കൾക്കും റോഷൻ ആൻഡ്രൂസിനും അതുപോലെ തന്നെ നമ്മുടെ നിരുപമയ്ക്കും. ഈ സ്ത്രീകളെയൊക്കെ നമ്മൾ പിന്നെ ഒരു ജോലിക്ക് വിടില്ല എന്ന് വാശി പിടിക്കുന്നവരൊക്കെ ഉണ്ട്. വേണ്ട വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെയൊന്നും അല്ല, അവരെയൊക്കെ ജോലിക്ക് വിടണം. കാരണം സ്ത്രീകളെടുക്കുന്ന ജോലി എന്തൊക്കെയാണെന്ന് മാറി നിന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അതിൻ്റെ ടെൻഷൻ മനസ്സിലാവും. എൻ്റെ വൈഫിനെയൊക്കെ, ഇല്ലെങ്കിൽ എൻ്റെ വൈഫെന്നല്ല, കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും ഞാൻ അങ്ങേറ്റം നമസ്കരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബഹുമാനം തോന്നുന്നത് നമ്മളൊക്കെ ഒരു ദിവസം വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവമേ അവരൊക്കെ 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ചാടി അങ്ങോട്ട് വലിച്ചു വാരിയിട്ട് കുറേ നേരമാകുമ്പോൾ നമുക്ക് ദേഷ്യം മതി, എന്തോടാ കാണിക്കുന്നത്. അപ്പോൾ ഈ 24 hours അവരെ ഇങ്ങനെ നോക്കുന്ന ആ സ്ത്രീകൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി സിനിമയുടെ വിശേഷങ്ങൾ കുറെ പറയാനുണ്ട്, പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഉണ്ട്, അതുണ്ട്, വരുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം നമ്മുടെ സ്കിറ്റ് കാണാം, അവിടെ ഇരിക്കാം. സ്കിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ് മിമിക്രി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ. എല്ലാവരും ആരാണെങ്കിലും ഇപ്പൊ ഇവിടെയും ഞാൻ ഒരുപാട് പരിചയമുള്ള മുഖങ്ങളെ കണ്ടു. അപ്പോൾ ആരുടെയും പേരുകളൊന്നും എനിക്ക് എടുത്ത് പറയാൻ അറിയാം, പക്ഷെ ടി വിയിൽ കാണുമ്പോൾ എവിടെ സ്കിറ്റ് എവിടെ എന്ത് കണ്ടാലും ഞാൻ ഉടനെ നിർത്തി അത് കാണും. അപ്പോൾ പണ്ട് മുതലേ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്ന കലാകാരന്മാരാണ്. അവരോട് ഉള്ള ഒരു ബഹുമാനം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു മഞ്ജു. വരിക, ഇവിടെ തന്നെ കാണും എനിക്ക് ഉറപ്പാ. അതല്ലേ ഞാൻ പറഞ്ഞത്. നമസ്കാരം. ഞങ്ങള് കുറെ ദൂരേന്ന് വരിക. അതെന്താ ദൂരെ നിന്ന് അടുത്തുനിന്നെങ്ങാനും വന്നാ പോരെ? അതല്ല, ഹരേങ്കാവ് ക്ഷേത്രം കുറെ ദൂരെയാണ്, അവിടുന്ന് നടന്നു വരികയാണെന്ന്. ദൂരെന്ന് പറഞ്ഞു. ഞാന് അവിടുത്തെ ശാന്തിയാണ്. ആണോ? കീഴ്ശാന്തി. അപ്പൊ മേൽശാന്തിയോ? മേൽശാന്തി എപ്പോഴും മേലല്ലേ ഇരിക്കണത്, കീഴ്ശാന്തി ഇവിടെ താഴെ. അദ്ദേഹത്തെ മനസ്സിലായോ? ഇല്ല. മനസ്സിലായി കാണും. ഇല്ല, മനസ്സിലായില്ല. ഇല്ലേ? ഇല്ല. അദ്ദേഹമാണ് അമ്പലം വിഴുങ്ങി അമ്പജാക്ഷൻ. അമ്പലം പ്രസിഡന്റ് അമ്പജാക്ഷൻ. പിന്നെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നു. ആണല്ലേ? 4 മണിയാകുമ്പോ നട അങ്ങോട്ട് തുറക്കും. 4:30 നിർമാല്യം. പിന്നെ 7:30 ഗണപതിക്ക് മോഹം. ഗണപതിക്ക് മോഹം അല്ല, ഗണപതിക്ക് ഹോമം. ഹോമം. പിന്നെ ഒരു 10:30 ഉഷ പൂജ. ഉഷ വരുവോ? ഉഷ വന്നാ പൂജ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ 7 മണിക്കാണ് 3 മണി അല്ലടോ. എന്താടാ ഈ പറയുന്നത്? 7 മണിക്ക് 3 മണി? സീരിയലിന്റെ കാര്യമാണ്. ഓ, സീരിയല്. അതായത് ക്ഷേത്രത്തിനടുത്ത് തന്നെ സീരിയൽ ഉണ്ട്, ടിവി ഉണ്ട്. അപ്പൊ അതില് സീരിയൽ കണ്ട അങ്ങനെ ഇരിക്കും. ഒരു 8:30 ആകുമ്പോൾ നടയങ്ങ് അടയ്ക്കും. പിന്നെ 9:30 കടയടക്കണതിന് മുമ്പ് ഒരെണ്ണം അങ്ങോട്ട് വാങ്ങും, 2 അടിക്കും, എവിടെയെങ്കിലും ചുണ്ടുകൂടി കിടക്കും. ഇതാണ് അതിന്റെ ഒരു പൂജാരീതി. പേര് കേട്ട ക്ഷേത്രമാണ് ഞങ്ങളുടെ. 10 ദിവസത്തെ പൊടി പൂരം അവിടുത്തെ മഹോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 10 ദിവസത്തെ പൂരത്തിന് 10 കലാപരിപാടികളായിരിക്കുള്ളൂ. ആണോ? കേരളത്തിലെ പ്രശസ്തരായ എല്ലാ കലാകാരന്മാരും കലാകാരികളും ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ 10 ദിവസത്തെ പരിപാടി അങ്ങോട്ട് കഴിയുമ്പോ ഒരു 10 ലക്ഷം രൂപ ഈ വിദ്വാന്റെ പോക്കറ്റിലാവും. അല്ല, പിരിച്ചു കിട്ടുന്ന ഉത്സവത്തിന് വേണ്ടിയുള്ള പണം. ഈ പിരിച്ചു കിട്ടുന്ന പണം ക്ഷേത്രത്തിലേക്ക് എടുക്കില്ല, എല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോകും. വിദ്വാനാ വീടുക്കല. ക്ഷേത്രമാണ് ഞാനൊരു വീട് പോലെ കാണുന്നത്. ശരിയാണ്. അപ്പൊ ഈ 10 ദിവസത്തെ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആര് കലാപരിപാടി നടത്തുന്നോ അവര് പിറ്റേ ദിവസം സിനിമയിലേക്ക് പോകും. അത് കൊള്ളാലോ. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ? അവിടെ ഇരിക്കും. വിളിച്ചാലല്ലേ വിളിയേക്കുള്ളൂ, അല്ലെങ്കിൽ വിളിയേക്കില്ല ഉണ്ടാവില്ല. അപ്പൊ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ഈ ദാസപ്പൻ എന്ന് പറഞ്ഞ പാട്ടുകാരനെ കുറിച്ച് അറിയാമോ? ദാസപ്പനോ? അയ്യ, അറിയില്ലേ? എന്തായോ? യേശുദാസ്. ദാസപ്പനാ വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാ വിളിക്കണത്. ഈ ദാസപ്പൻ ആദ്യമായിട്ട്, അതായത് 1970 ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന ആദ്യത്തെ പാട്ട് പാടുന്നത്. ഏത് പാട്ടാ? പ്രമദവനം. അത് തന്നെ. പ്രമദവനം 1970 90 ഇറങ്ങിയത്. 90 ഇറങ്ങിയാലും ദാസപ്പൻ അന്ന് 70 പാടിയത്. ഇത് പാടി പാട്ട് പകുതിയായപ്പോ പിന്നിൽ നിന്നൊരു ശബ്ദം, എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തതാണ്. നേരെ അവിടുത്തെ ഒരു പോക്ക നേരെ ചെന്നൈയിലേക്ക് പോയി, അവിടെ സിനിമക്ക് വേണ്ടി പാടി. അമേരിക്കയിൽ പോയി, അവിടെ സിനിമക്ക് വേണ്ടി പാടി. ലണ്ടനിൽ പോയി, ഇപ്പോഴും സിനിമക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുക. അതല്ല, എനിക്കൊരു സംശയം. അല്ല, ഈ ദാസ് സാർ പാട്ട് പാടിയതിന് എൽദോനല്ലേ സിനിമയിലെടുത്തത്? അതെ. അതെന്താ? ആരെ സിനിമയിലെടുത്താലും അവരുടെ പേര് എൽദോന്നാ.
അതൊരു സ്റ്റാർ. അതങ്ങനെയായിട്ട് ഈ രാഘവൻ മാത്രമല്ല MG ശ്രീകുമാർ, ജി വേണുഗോപാല്, ആക്രോസ്, മാക്രോസ്, മാക്രോസ് അല്ല, മാക്രോണി, പാട്ടുകാർ മക്രോണിയും നെയ്ച്ചാളും ഇതൊന്നും അല്ല. എടാ അത് മാർക്കോസ്, മാർക്കോണി റേഡിയോ കണ്ടു ഒക്കെ ആയിരിക്കും. എന്നെ കൂടെ പറഞ്ഞു തെറ്റിക്കരുത്. പാട്ടുകാരൻ മാർക്കോസ്. അത് തന്നെ. ഇവരൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് പാടിയിട്ടുണ്ട്, പിറ്റേ ദിവസം സിനിമയിൽ പോയി പാടിയിട്ടുണ്ട്. ആണോ? അതുപോലെ തന്നെ KS ചിത്ര, സുജാത, സുലോചന, വടക്കേപ്പുറത്ത് അമ്മിണി, ശാന്ത, സരള, പിന്നെ ദിനേശന്റെ ഭാര്യ സുമതി, അങ്ങനെ എത്ര പേരാ. ഇതൊക്കെ എന്തിനാ? അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് നിർമ്മാല്യം തൊഴാൻ പോണേ. അതല്ല, ഇത് വേറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വേറെ കാര്യങ്ങളാ പറയണത്. ഇത് മാത്രമല്ല, എത്ര സിനിമാ താരങ്ങൾ വന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പരിപാടി കളിച്ചിരിക്കണോ. ആണോ? നമ്മുടെ കലാഭവമണി ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ അമ്പലത്തിലാ വന്ന് പരിപാടി അവതരിപ്പിച്ചത്. പിറ്റേ ദിവസം ആള് സിനിമയില. അല്ല, ഇതാരാ ഇരിക്കണേ? പ്രസിഡന്റ് കണ്ടോ ഇരിക്കണ ആൾക്കാരെ? നമ്മുടെ വാര്യൂട്ടിയല്ലേ? ഞങ്ങൾ അങ്ങനെ വിളിക്കൂ. കരക്കാർക്ക് ഇരിപ്പോശം അങ്ങനെയാണ്. എങ്ങനെ ഇരിക്കണേ? ആ കുട്ടി അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കും. എന്തിനാണോ വെറുതെ അതുകൊക്കെ പറയണേ? ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് ഓർമ്മയുണ്ടോ? വന്നത് നൃത്തം ഓർമ്മയുണ്ടോ? തകർത്തു വന്ന് അങ്ങോട്ട് വന്ന് ഡാൻസ് ചെയ്തു. പിന്നെ കാണുന്ന സിനിമയില. സല്ലാപത്തിലേക്ക് വിളി വന്നു. സല്ലാപത്തിലേക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ കാഴ്ച കഴിഞ്ഞപ്പോ. അതെല്ലാം നിങ്ങളുടെ അമ്പലത്തിൽ വന്നതിന് ശേഷം. അതെ. പിന്നെ അടുത്തിരിക്കണാളോ മിണ്ടാതിരിക്കുക. പിടികിട്ടി റീമ കല്ലുമ്മേക്കായല്ലേ ഇരിക്കണേ? പിന്നെ അയാള് പറഞ്ഞ റിമി ടോമി കല്ലിങ്കൽ. റീമ കല്ലിങ്കൽ. ആളെ പിടികിട്ടി. ഈ റീമ കല്ലിങ്കല് താൻ ഓർക്കണുണ്ടോ? പിന്നെ 10-ാം ഉദയത്തിന്റെ അന്ന് ഒരു ചാക്യാർ കൂത്തുമായിട്ട് അങ്ങോട്ട് വന്നു. ചാക്യാർ കൂത്തല്ലല്ലോ, ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്. ഈ ഡാൻസുമായിട്ട് വന്നു. അപ്പോ ഈ കുട്ടിയെ ഗ്രീൻ റൂമിൽ വെച്ച് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ വന്നവരൊക്കെ പിന്നീട് സിനിമയിലാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. പിന്നെ കാണുന്ന സിനിമയിലാ. എന്നിട്ട് സിനിമയിൽ ചെന്നതോ ഒരു സംവിധായകനെ അങ്ങോട്ട് കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു. സംവിധായകന്റെ പേരറിയാവോ? ആഷിഖ് അവാര. അപ്പു അല്ലെന്ന് അബു. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഇനി പറഞ്ഞു പറഞ്ഞാൽ അതിന് അപ്പു ആക്കരുത്. ഇതൊക്കെ പോട്ടെ. നമ്മുടെ ഒരു സിനിമാ താരം ഉണ്ടല്ലോ, സുരാജ് എന്ന് പറയുന്ന ആള്. ഈ വിദ്വാൻ ഞങ്ങളുടെ അമ്പലത്തിൽ വന്നു ഒരു ചാൻസ് തരണമെന്ന് പറഞ്ഞു. ചാൻസ് കൊടുത്തു. ആളവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചു. പിറ്റേ ദിവസം സിനിമയില. അത് കഴിഞ്ഞ് അദ്ദേഹം വന്നു, ഒരു ലക്ഷാർച്ചന അവിടെ ഒരു വിളക്ക് കൊളുത്തി. അത് കഴിഞ്ഞപ്പോ നാഷണൽ അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ് അങ്ങനെ ആർക്കും കിട്ടാറില്ല. പുള്ളിക്കാരനെ പിടിയുണ്ടോ ആവോ? അല്ല, പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞിട്ട് അറിയാൻ പാടില്ലാത്ത ഭാവത്തിൽ നിൽക്കണോ? അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധമാ. ഞാൻ ചരടൊക്കെ ജയിച്ചു കൊടുക്കും, നല്ല വേഷം കെട്ടാൻ. അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാ. താൻ ആരെ കുറിച്ച് പറയണേ? സുരാജ് എന്റെ ഏറ്റവും അടുത്ത ആളാ. ആ സുരാജ് ഈ നിക്കണേ. ഞാനാണ് സുരാജ്. ഇതുപോലെ എങ്ങനെ? അല്ല, ഏതാണ്ട് മെഴുകല്ലേ, ഉള്ള കാര്യം പറയും. അന്നും പക്ഷേ മാറി ചൂവിട്ടു. അപ്പോ തനിക്ക് വൃത്തിയായിട്ട് നടക്കാനും അറിയാം അല്ലേ? ഇതൊക്കെ സത്യമാണ്. ഇപ്പൊ എത്ര ആളുകളാ സുരാജ് അമ്പലത്തിൽ വന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന് ഇടിയോടില്ല. എനിക്ക് മനസ്സിലായി, ക്ഷേത്രം അത്രയും പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണെന്നൊക്കെ മനസ്സിലായി. എന്തായാലും എനിക്ക് അവിടെ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തായാലും വരട്ടെ, ഉറപ്പായിട്ട് ഞാൻ അവിടെ വരും. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതെ, ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ എനിക്കറിയാം, പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും. അയ്യോ അല്ല, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പണ്ടൊരു ആനയെ നടയിരുത്തിയിരുന്നു, കേശവൻ. ഇന്ന് അവനിപ്പോ ഒരു ഗജരാജനായി. ആ കേശവൻ ഇന്ന് രാവിലെ ഇടഞ്ഞിരിക്കണു. അപ്പൊ ഇനി എന്നെ കൊണ്ടുപോയി നടക്കിരുത്താനാ? അല്ല, കേശവനെ തളക്കണം. അതെ, വെറുതെ ഒരു കാര്യമില്ല. രാവിലെ ഇയാൾ എഴുന്നേറ്റ് കേശവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇവര് തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പ്രശ്നം ഒന്നും ഒറ്റ പറഞ്ഞു ഉടക്കി. അങ്ങനെ സൗന്ദര്യ പ്രശ്നമല്ല, കേശവന് മതവിളകിട്ട് ഓടിയതാണ്. ആണോ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ പിന്നാമ്പുറത്തോട് ഓടി ഒച്ച കേട്ടപ്പോഴേ. എത്ര വയസ്സായി? ഇപ്പൊ 57 നടപ്പ്. അപ്പൊ 60 മുകളിലോട്ട് എടുത്തോളൂ. ആയിക്കോട്ടെ. 57 നടപ്പുകാരാ. ആന ഓടി നിറഞ്ഞിട്ട് പുള്ളി നടക്കുകയല്ലേ ചെയ്തത്. ഇവിടെന്ന് വിട്ടിട്ട് 7 അടിയുള്ള അമ്പലത്തിന്റെ ചുറ്റുമതിൽ കൈതൊണാതെ എടുത്ത് ചാടിയത്. കളരിയാണ്. അപ്പോ നമുക്ക് ഈ കേശവനെ ഒന്ന് അങ്ങോട്ട് തളയ്ക്കണം. ദൈവത്തെ ഓർത്ത് എന്നെ അതിന് വിളിക്കരുത്. ഞാൻ ആന പാപ്പാനല്ല, എനിക്ക് തളയ്ക്കൽ അറിയില്ല. വിചാരിച്ചാലേ അവനെ തളയ്ക്കാൻ കഴിയും. അയ്യോ, ഞാൻ വിചാരിച്ച എനിക്ക് ആനയായിട്ട് അങ്ങനെ ഒരു പരിചയമില്ല. ആന കണ്ടു കഴിഞ്ഞാൽ ഓടുന്ന പാർട്ടിയാണ്. അതെ, പേടിക്കണ്ട.
പാപ്പാൻ അയ്യപ്പൻ ഇവിടെയുണ്ട്. അയ്യപ്പൻ കഴിഞ്ഞ ആഴ്ച കേശവന് നെയ്യപ്പം വാങ്ങാനെന്ന് പറഞ്ഞ ഒരു പൊക്ക് പോയതാ, ഇതേവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ പറഞ്ഞു ആ വിദ്വാൻ ഈ പരിപാടി യെസ്, അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കും, ഓഡിയൻസിന്റെ ഇടയിൽ ഇവിടെ ഉണ്ടായിരിക്കും. അല്ല, ഞാൻ വിളിച്ചോളാം. കാര്യം വെച്ചാൽ എനിക്ക് മഞ്ജു റിമേക്ക് വന്നിരിക്കുകയാണ്. അറിയാലോ, റാണി പത്മിനിമാരാണ്. അതല്ലാന്ന്, റാണി പത്മിനി എന്ന് പറയുന്ന ഒരു പടത്തിന്റെ പിന്നെ ആൾക്കാരാണത്. അവരിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ്, ഇപ്പൊ ഉടനെ റിലീസാണ്. എല്ലാരും പോയി കാണണം. അടുത്ത വർഷം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് രണ്ടുപേരും വന്നം, പരിപാടി അവതരിപ്പിക്കണം. ഇനി സിനിമകൾ കിട്ടണ്ടേ, അവാർഡൊക്കെ വാങ്ങണ്ടേ? കാശില്ല, അനുഗ്രഹം മാത്രം. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ അവിടെ ഇരിക്കും. കൊടുക്കും. പിന്നെ പാസും വെക്കും. നിങ്ങൾക്ക് കാശ് തരില്ല. അതെ, എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ അവരൊക്കെ ഇങ്ങോട്ട് വരാനുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓഡിയൻസുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അയ്യപ്പനെ വിളിച്ചോണ്ട് ഇവിടുന്ന് അങ്ങ് പൊക്കോളണം കേട്ടോ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? ആന ഇടഞ്ഞിട്ട്. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇടയും. അതിനുള്ള ഇട തരരുത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാപ്പാൻ അയ്യപ്പനെ ഞങ്ങളൊന്ന് തപ്പിക്കോട്ടെ. തപ്പിക്കോ. ഈ ആനയ്ക്ക് സെക്കൻഡ് പാപ്പാനില്ലേ? സെക്കൻഡ് പാപ്പാനുണ്ട്. ആന അടഞ്ഞു എന്നുള്ള സെക്കൻഡിൽ പുള്ളി വിട്ടുപോയി. അപ്പൊ അത്രയും ധൈര്യശാലിയാണ് കൂടെ ഉള്ളത്. അപ്പൊ ഈ ആരാ പാപ്പന്റെ പേരെന്താ? എന്നാ വിളിച്ചോളൂ. അയ്യപ്പോ സാമിയേ സാമിയേ അയ്യപ്പോ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സാമിയെ കാണാൻ. നിങ്ങളിത് ആരെ കാണാൻ അങ്ങോട്ട് വന്നത്? അയ്യപ്പനെ കാണാൻ. പിന്നെ എന്തിനാ ശരണം വിളിച്ചോണ്ടിരിക്കുന്നത്? ശരണം വിളിച്ചല്ല, ഞാൻ അയ്യപ്പനെ വിളിച്ചതല്ലേ. അതൊരു കാര്യമുണ്ട്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ, എനിക്ക് വേറൊരു അസുഖമുണ്ട്. ഈ അയ്യപ്പ ഇങ്ങനെ വന്നാൽ എനിക്ക് സ്വാമി എന്ന് വരും. ആ ട്യൂൺ കറക്റ്റ് ആക്കി വിളിക്കരുത്. ആ ട്യൂൺ എനിക്കൊരു വിഷയമുണ്ട്, ചെറുതിലെ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ വിളിക്കില്ല. അയ്യപ്പാ സ്വാമി അങ്ങനെ വിളിക്കല്ലേ എന്ന്. അയ്യപ്പ അങ്ങനെ അങ്ങനെ വിളിക്ക് കേട്ടാ. വിളിച്ചോളാം. അയ്യപ്പോ സ്വാമി എടോ താൻ പോയില്ലേ? അങ്ങനെ വിളിക്കല്ലേ, എനിക്കത് അസുഖമുള്ളതാണെന്ന്. ആ ട്യൂണിങ് ഒപ്പിച്ച് വിളിക്കരുത്. അയ്യപ്പോ സ്വാമി അങ്ങനെ വിളിക്കല്ലേ. എടോ താൻ പോടോ. അയാളെ പോയിട്ട് വിളിക്കാം. അല്ല, എനിക്കത് എന്തോ പോലെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്നത്. അയ്യപ്പാ സ്വാമി ഞാൻ പറഞ്ഞ അങ്ങനെ വിളിക്കല്ലേ. ഇത് എവിടെ പോയി കിടക്ക? അവിടെ കടന്ന് വിളിച്ചു കൊണ്ടാ ഞങ്ങടെ വരില്ലേ. എടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കെട്ടി വലിക്കുന്ന അയ്യപ്പന്റെ വരവ് കണ്ടോ? എന്താ ഒരു പ്രൗഢി. ഈ ഇടയായിട്ട് ഇവനൊന്ന് വെളുത്തോടോ. ആന കറുത്തല്ലേ, പാപ്പാൻ ഒരു ഇത്തിരി വെളുത്തോട്ടെ, കുഴപ്പമില്ല. സുഖിപ്പിക്കണ്ട വന്ന കാര്യം പറ. സുഖിപ്പിക്കണ്ട വന്ന കാര്യം പറ. നമ്മുടെ കേശവൻ ഇടഞ്ഞിരിക്കണു. ഞാനും ഇച്ചിരി അടഞ്ഞിരിക്കുക. ഞാൻ ഇടഞ്ഞല്ല, ഉടഞ്ഞിരിക്കുക. അതൊരാഴ്ചയായിട്ട് ജോലിയില്ലല്ലോ, പണി പോയി തെണ്ടി തിരിച്ച് നടക്കായിരുന്നില്ലേ? അതെന്തുകൊണ്ടാ? ഞാൻ മാന്യമായിട്ട് കേശവനായിട്ട് അമ്പലത്തിൽ നിന്നാണ്. ആന മര്യാദയ്ക്ക് നോക്കിയാണ് ഞാൻ. എന്നിട്ട് എല്ലാം ഇവിടെ പറഞ്ഞു വിട്ടില്ലേ? തന്നെ ചുമ്മാ പറഞ്ഞു വിട്ടതല്ല, ഇയാൾക്ക് ഇത്തിരി ദുർച്ചെലവ് കൂടുതലാണ്. ദൂർത്തനാണ് താൻ. ഇയാൾ ആനയെ ഇയാളൊന്നും മിണ്ടണ്ട. ഇയാളൊന്നും മിണ്ടണ്ടേ. അന്നാ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇയാള് പറയാൻ പോണ എന്താന്ന് എനിക്കറിയാമോ? താതന്നെ അങ്ങോട്ട് പറയാ. അത് ശരിയാണല്ലോ. ഇയാളൊന്നും മിണ്ടണ്ടെന്ന് അന്നാ ഇയാള് പറയണോ? താൻ പറയണ എന്താന്നുള്ള എനിക്കറിയോ, പിന്നെ ഞാൻ അങ്ങനെ പറയും. അതും ശരിയാണല്ലോ. അയാള് പറയട്ടെ, ഞാൻ പറയട്ടെ. ഇയാൾ ആനയെ ഇതെന്തോന്ന് കടന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ആന ഇടഞ്ഞു. എങ്ങോട്ട് ഓടിപ്പോയി? ഞാൻ പടിഞ്ഞാട്ട് ഓടി, ആന എങ്ങോട്ട് ഓടിയെന്ന് കണ്ടില്ല. എങ്ങോട്ട് ഓടിപ്പോയത്? ഞാൻ കിഴക്കോട്ടാ ഓടിയത്, ആന എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട്. എന്തൊരു കഷ്ടോന്ന് പറ. ഇതിനിപ്പം അതെ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ആനയെ നമുക്കൊന്ന് നടക്കണം. അപ്പൊ ഇയാളുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരുപാട് ദൂർത്തനാ. ദൂർത്ത് ചെലവുകളുണ്ട് ഇയാൾക്ക്. അതുകൊണ്ടാ തന്നെ ഞാൻ ഇതിന്ന് പിരിച്ചു വിട്ടത്. എന്ത് ദൂർത്ത് ചെലവ്? എന്ത് ദൂർത്താണല്ലോ. കഴിഞ്ഞ ആഴ്ച താൻ ഇവിടുന്ന് ആനയെ എഴുന്നള്ളിക്കാൻ പോയോ? എന്നിട്ട് താന് ചെലവിന്റെ ഒരു ലിസ്റ്റ് എനിക്ക് തന്നോ? ആ ലിസ്റ്റിലെ പേര് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ താൻ ഞെട്ടും. ഞെട്ടണമല്ലോ, ഒന്ന് പറ, ഞാൻ ഞെട്ടട്ടെ. ആനക്ക് സർബത്ത് വാങ്ങി കൊടുത്ത വക 7000 രൂപ. ഞെട്ടിയില്ലേ? അതിന്റെ ഞെട്ടാഞ്ഞ് ലക്ഷങ്ങൾ വെട്ടിക്കണ താൻ ഈ 7000 രൂപയുടെ കണക്ക് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഞെട്ടാനാണ് പ്രസിഡന്റ്? പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സർബത്തിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ആനയും കൊണ്ട് ദൂരെ എഴുന്നള്ളത്തിന് പോവാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഒരു ലോറിയിൽ പറഞ്ഞു വിടണ്ടേ? വിടണം. ആണോ? അത് ദുർച്ചെലവ് കൂടുതലാ, അതുകൊണ്ടാണ് നടന്നു പോവാൻ പറഞ്ഞേ. ഇതാണ് കുഴപ്പം, ദുർച്ചെലവെന്ന് പറയുന്നത്. സർബത്തിന്റെ കഥ കേട്ടോ. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇതുപോലെ ഞാനും കേശവനാനയും കൂടെ ഇങ്ങനെ പതുക്കെ നടന്നു പോവാ. 18 കിലോമീറ്റർ പോണ വഴിക്ക് ഇടയ്ക്ക് വെച്ച ഒരു കട കണ്ടു. ഒരു കട കണ്ടപ്പോ ഞാൻ കടക്കാരനടുത്ത് എന്ന് പറഞ്ഞ് ഒരു സർബത്ത്. ഞാനിങ്ങനെ സർബത്ത് മേടിച്ചങ്ങോട്ട് കുടിച്ചപ്പോ ബാക്കിൽ നിന്ന് ഒരു തോണ്ടല. കാശ് കൊടുത്തില്ല കടക്കാർ തോണ്ടും ചിലപ്പോ. അതല്ല, ആന കേശവനാന ഒരു സർബത്ത്. അത് പുള്ളിക്കൊരു ഒരു
സോഡാ സർവത്ത്. അയ്യോ പാവം. ആ കൊച്ചു കടന്ന് പുള്ളിക്ക് കുടിക്കാനുള്ള ഉണ്ടാവൂ. ഏട്ട് കമ്പനിയിൽ നിന്ന് 10-15 സോഡ മേടിച്ചുകൊണ്ടൊന്ന് ഒരു പാത്രത്തിനാക്കിയിട്ട് കലക്കി പുള്ളിക്കാരന് കൊടുക്കും. ആന മാന്യനായതുകൊണ്ട് അവിടെ സർവത്ത് മാത്രം ചോദിച്ചുള്ളൂ. അല്ല കൊക്കോ കോള ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊപ്പാട് വന്നു. സർവത്തിന്റെ കേസ് ഞാൻ വിട്ടു. ആനയ്ക്ക് അമൃതാഞ്ജനം വാങ്ങിക്കൊടുത്ത വക 6500 ആ കണക്കൊന്ന് പറഞ്ഞു തരിക. അതിന്റെ കഥ പറഞ്ഞുതരാം. ആനയ്ക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ജലദോഷം വന്നു കഴിഞ്ഞാൽ പാപ്പന്മാരുടെ ഊപ്പാട് വന്നു. അതറിയാവോ? അയ്യോ, ആനയുടെ മൂക്ക് പിഴിഞ്ഞ് നമ്മള് വൈകിട്ട് വരെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറെ ഡെപ്പി വിക്സ് ഉണ്ടല്ലോ, അത് 10,000 എണ്ണം മേടിച്ച് ഒരു പാത്രത്തിലാക്കി 2 പെയിന്റുകാരെ വിളിച്ചിട്ട് അത് തോണ്ടി ആനയുടെ നെറ്റിയിൽ ഇങ്ങനെ ആ മസ്തകത്തിൽ അടിച്ചു കൊടുത്തു. മനസ്സിലായി? ആ മസ്തകത്തിന്റെ ചെലവ് കണക്ക് ഒരു പുസ്തകം വാങ്ങി ആ പുസ്തകം ഇപ്പൊ തീർന്നു. വാസ്തവം. ആ മസ്തകവും പുസ്തകവും വാസ്തവവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇടക്ക് താൻ ആനയെ പീഡിപ്പിക്കാറുണ്ട്. ആ ഉദ്ദേശത്തിലല്ല, ഇയാൾ ആനയെ മർദ്ദിക്കാറുണ്ട്, അകാരണമായിട്ട് മർദ്ദിക്കാറുണ്ട്. പിന്നെ ആനയെ നമ്മളറിയിക്കാതെ തടി പിടിക്കാനും കൊണ്ടുപോകാറുണ്ട്. അത് മടി പിടിച്ച് ഇവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് തടി പിടിപ്പിക്കാനേ കൊണ്ടുപോണേ. നീ ആനയെ തളക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുക. ഈ ആനയെ തളയ്ക്കണൊക്കെ ഭയങ്കര ഈസിയാ. ഞാൻ ഉത്തരേന്ത്യയിൽ വരെ പോയി ആനയെ തളച്ചിട്ടുണ്ട്. ഹരിയാന അതൊരു സംസ്ഥാനം. അല്ല, ആനയുടെ പേരാ ഹരിയാന. അങ്ങനെ ഒരു ആനയുണ്ടോ? അതെ, നമുക്ക് ഈ കേശവനെ തളക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം അത് ഭയങ്കര ഈസിയാണ്. ഞാൻ സുബ്രഹ്മണ്യനെ വരെ തളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതങ്ങോട്ട് പിടിക്കാം. ഇതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ കാല് പിടിക്കാം. അത് വേണ്ട. കേശവനാണ് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ചൂണ്ടൽ അങ്ങോട്ട് ചൂടിയാണ്ടല്ലോ, കേശവൻ അവിടെ നിൽക്കും. പക്ഷെ അവളവിടെ നിൽക്കൂല. എന്റെ പെണ്ണുമ്പോൾ അതാണോ മതളകി വരുന്നത്? എങ്ങോട്ട് പോവാ? എടി, നമ്മുടെ കേശവൻ അടങ്ങി. എന്ത്? കേശവൻ ആന അടങ്ങി, അതിനെ തളയ്ക്കാൻ പോവാ. ഓ, നിങ്ങൾ ആദ്യമേ കേശവനെ തളയ്ക്കാണ്ട് നമ്മുടെ അച്ഛനെ പോയൊന്ന് തളയ്ക്കാവോ? അവിടെ ആകെ പ്രശ്നം. നിങ്ങൾക്ക് വന്നേ. എന്താ കാര്യം പറഞ്ഞേ? രാവിലെ ഒരു പോലീസ് വണ്ടി പോയത് കണ്ടപ്പോ മുതല് SI തൊപ്പിയും വെച്ച് നിങ്ങൾ അച്ഛൻ തേരേപാരം നടക്കുക. ജോലി കിട്ടി. അതൊന്നും അല്ല, അങ്ങനെ പ്രാന്തം. അല്ല, ഇങ്ങനെ ഈ ഭ്രാന്ത് വന്നൊന്ന് പറയാമോ? ചേട്ടൻ അറിയാലോ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ പണ്ട് പേര് കേട്ട ഒരു ആനപ്പാപ്പനായിരുന്നു. ചീത്തപ്പേരാണെന്ന് മാത്രം. അച്ഛൻ പണ്ട് ഏതോ ഒരു ഉത്സവത്തിന് ഇതുപോലെ ആനേനെ എഴുന്നള്ളിക്കാൻ പോയി. അവിടെ വെച്ച ആന ഇടഞ്ഞ് അവിടുത്തെ സ്ഥലം SI കുത്തിക്കന്നു. അതും അച്ഛന്റെ മുമ്പിൽ വെച്ച്. അതിൽ പിന്നെ ഈ SI അച്ഛന്റെ കൂടെ ഉണ്ടെന്നാണ് അച്ഛന്റെ വിചാരം. അയ്യോ, ചത്തുപോയാളെങ്ങനെ അച്ഛന്റെ കൂടെ വന്നത്? എടോ, അതിനെടോ ഭ്രാന്ത് എന്ന് പറയണത്. ഇയാളൊക്കെ ബാക്കി പറയാമോ? അതൊക്കെ പോട്ടെ. അതിനുശേഷം ഏത് പോലീസുകാരെ കണ്ടാലും ഏത് പോലീസ് വണ്ടി കണ്ടാലും അപ്പൊ SI ആയി തൊപ്പിയും വെച്ച് നടക്കും. ഇന്ന് രാവിലെ ആ പോലീസ് വണ്ടി കണ്ടതാ ഇപ്പൊ പ്രശ്നമായത്. ചേട്ടന് വേറൊരു കാര്യം അറിയാമോ? ആ വഴി വെറുതെ പോയൊരു കോൺസ്റ്റബിളിനെ നിനക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് കയറണ്ടേടാ എന്ന് ചോദിച്ചൊരു ഒറ്റയടി. ചേട്ടൻ വന്നേ, നമുക്ക് കോൺസ്റ്റബിളും അച്ഛനൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം പോയി കേശവനെ ഒന്ന് തളക്കാൻ വാ. അത് പറ്റൂല. അച്ഛനെ ആദ്യം ശരിയാക്കണം. നാട്ടുകാർ നോക്കിട്ടാകാം. വീട്ടുകാരെ നോക്കിട്ട് മതി. നാട്ടിലെക്കാർ നോക്കിട്ട് മതി. വീട്ടുകാരെ ആദ്യം നോക്കണം. നിങ്ങൾ ഈ നാട്ടിലെ താരം കളിക്കാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. അതെ, വരണണ്ട. ആ വരണയാണ് എന്റെ അച്ഛൻ. പക്ഷെ പുള്ളി ഇപ്പൊ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ SI ആണ് പുള്ളി, അച്ഛനല്ല. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ SIയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കണം. അതുപോലെ നിൽക്കണം കേട്ടോ. എന്താടാ 4 പേരും കൂടി നാൽക്കാലിയെ പോലെ നാൽക്കവലിൽ നിന്ന് ഒന്നും എന്തെങ്കിലും ഉണ്ട് സാർ? എന്നെ മനസ്സിലായില്ലേ? ഏതാടാ ഈ അയ്യോ, മരുമോള് രതിമോൾ. സോളാർ കേസിലെ പ്രതി ഹരിത നായർ. നീയും വിക്രം കോർബിടയും പിന്നെ നീ വിലക്ക് വാങ്ങിയ ഗുണ്ടകളും ചേർന്ന് ഈ 14 ലോകങ്ങളും വിലക്ക് വാങ്ങണം. നിന്നെ ദാസ്യമുണ്ടല്ലോ മിസ്റ്റർ രാധാകൃഷ്ണൻ. You are nasty expressed. ഇനി ഞാൻ നിന്നെ കാണുമ്പോൾ നിന്റെ മുഖത്ത് ചിരി ഉണ്ടാകില്ല. അതുണ്ടാവാൻ പാടില്ല. ഒരു കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പോലീസ്. കണ്ടേടാ കേട്ടേടാ, ആന മതം മാറിയടാ. ആന മതം പൊട്ടി. പാടമക്കളെ പെട്ടെന്ന് നടക്കണം. നിക്കവിടെ. പിന്നെ എടുത്ത് തൊപ്പി വെച്ച് പണ്ടാണ്. അതെ, ആന ഇടയ്ക്ക് ഞങ്ങള് പോവാനായിട്ട് നിക്കുമ്പോ അതിന്റെ പ്രശ്നം. എന്താടാ നിന്റെ പേര്? അംബുജാക്ഷൻ. വട്ടപ്പേര് പറയടാ. അമ്പലം വിഴുകിയ അംബുജാക്ഷൻ.
ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ഈ അമ്പലം പാടില്ല, ക്ലീൻ ഷേവ്. അമ്പലം ക്ലീൻ ഷേവ് ചെയ്യാനാ? അത് ആന ചെയ്തോളും, കുഴപ്പമില്ല. കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണാവോ? നീ അമ്പലത്തിലെ കണക്കുകളും കാശുകളൊക്കെ അടിച്ചു മാറ്റി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണമെന്ന്. ആരാ സാറേ ഈ കംപ്ലൈന്റ് തന്നത്? അമ്പലത്തിലെ ശാന്തി തന്നെ തന്നു. അപ്പൊ അമ്പലത്തിലെ കണക്കൊക്കെ എടുത്ത് നീ സ്വയം പുട്ടടിക്കണല്ലേ? അയ്യപ്പാ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ചർക്കയിൽ നൂറ്റെടുത്ത കതിർ കൊണ്ട് കോട്ടും കാണവും പാളത്താറ് കണ്ടാടാ കേട്ടാടാ ആന ഉടക്കി വാട മക്കളെ. നിക്കവിടെ. കേശവനവിടെ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതൊരെണ്ണയുള്ള പോരെ തന്നെ തയ്ക്കാൻ വയ്യ. സേതുരാമയ്യ പട്ടര. അതെ, ആദ്യം കളക്ടറായിരുന്നു, പിന്നെ SI ആയി, ഇപ്പൊ പുള്ളി CBI ആ. നീ ആരാന്നാ പറഞ്ഞത്? ഞാൻ ശാന്തിയാണ്. ശാന്തി? അതെ. അപ്പൊ നീയാണല്ലേ അമ്പലത്തിന് പുഷ്പാഞ്ജലിക്കാൻ വെച്ചിരുന്ന കദളിപ്പഴമൊക്കെ അടിച്ചു മാറ്റി കൊടുക്കുന്നവൻ? അങ്ങനെയൊന്നും ഇല്ല. എന്നാ പിടിച്ചു. നിൽക്കവിടെ. ഇതെന്നാണ് അക്ഷയ പാത്രം? എവിടുന്ന് കിട്ടി? സ്റ്റോക്കാണ് ചേട്ടാ, ഇടുപ്പിനകത്ത് കംപ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുക. ചിന്താമണിയെ 8ആയിട്ട് വെട്ടിമുറുക്കി പുഴയിൽ തള്ളിയതാരാണ്? ഞാൻ ലാൽകൃഷ്ണ LK എന്ന് പറയും. മാധവ, മഹാദേവ. ഈ ആന തളക്കണേക്ക് മുമ്പേ ഈ നാട്ടിലെ മരം മുഴുവൻ വെട്ടിക്കളയണം. ഈ ഇലത്തൊപ്പി വെച്ചാലേ ഇയാൾ SI ആവുള്ളൂ. ഇത് വെട്ടിക്കളഞ്ഞാൽ പിന്നെ വിഷയം ഉണ്ടാവൂല. എടാ, എങ്ങനെയെങ്കിലും ആനനെ തളക്കാനുള്ള ഒരു ആനയെ തളയ്ക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനെ തളയ്ക്കണ്ടേ? അതെന്ത് ചെയ്യും? ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ശംഭോ മഹാദേവ. റാണി പത്മിനിയുടെ പ്രൊമോഷനായിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ വരുന്നത് അല്ലേ? അതിൽ ഞങ്ങൾക്ക് തന്നെ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് മഞ്ജുവും നമ്മുടെ റീമ കല്ലിങ്കലും എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, എനിക്കൊന്നും മഞ്ജു ഷോയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഷോയിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ്. അതിന് നമുക്ക് സന്തോഷമുണ്ട്. റീമ കല്ലിങ്കൽ ഷോയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത്. ഞാൻ കുറച്ച് നേരത്തെ പറയായിരുന്നു, എന്നോട് കളിക്കരുത്, ഞാൻ ഒരു റിയാലിറ്റി ഷോ മൊത്തം ചെയ്തിട്ടുള്ളതാണ്. ഒന്നല്ലല്ലോ, എത്ര ഒരുപാട് പ്രോഗ്രാം. അല്ല, ഞാൻ വന്നത് ഡാൻസ് റിയാലിറ്റി ഷോ. ആദ്യമായിട്ട് ഞാൻ ഒരു ഓഡിയൻസിന് മുമ്പിൽ വരുന്നത്. അതല്ലാതെ ഞാൻ മിടുക്കി എന്ന് പറയുന്ന ഒരു ഷോ ആങ്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് പെർഫോമർ അല്ലേ? അതെ. എന്തെല്ലാം വെറൈറ്റി ഡാൻസ്. ഞാൻ പറയായിരുന്നേ, ഇപ്പൊ കുറച്ച് നേരത്തെ ഇവിടെ വന്ന് ലൈവായിട്ട് എനിക്ക് ഓഡിയൻസിന് ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയോന്ന് അറിയില്ല. സുരാജ് ചേട്ടൻ അതിന് തൊട്ട് മുമ്പാണ് അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഐ തിങ്ക് സുരാജേട്ടന്റെ ടൈമിംഗ് ഇസ് സംതിങ് എൽസ് ഓൾസോ. സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയുന്നതും. ഇനി നമുക്ക് പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മഞ്ജുവിന്റെ ഒരു കിടിലം സോങ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് പാടിയ പാട്ട് തന്നെയാണ്. റിമയും കൂടി. മഞ്ജു ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ആണ്. റിമയും കൂടെ ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക 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 ചക്കര ചെമ്പഴുക്ക കിഴക്ക് 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 ഊന്നൊരു ചക്കര ചെമ്പഴുക്ക കിഴക്ക് 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 ഊന്നൊരു ചക്കര ചെമ്പഴുക്ക ചേറ്റുമണമുണ്ടേ കുട്ടനാട്ടെ ചെളിമണമുണ്ടേ ചേറ്റുമണമുണ്ടേ കുട്ടനാട്ടെ ചെളിമണമുണ്ടേ ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക 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 ചക്കര ചെമ്പഴുക്ക. അപ്പൊ നിങ്ങൾ ഈ പിന്നെ ശരിക്കും മത്സരിച്ചാണ് റാണി പത്മിനിമാർ അതിൽ അഭിനയിച്ചത്. അഭിനയത്തിൽ മത്സരം ഉണ്ടായിരുന്നു? അഭിനയത്തിൽ ഉണ്ടായിരുന്നില്ല, ഫുഡടിയിൽ നോക്കുക, അത് എന്ത് രസിച്ചെന്ന് നോക്കുക ചേച്ചിക്ക്.
മത്സരം അഭിനയത്തിലല്ലായിരുന്നു, പക്ഷേ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മത്സരം. പാക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഹോട്ടലിൽ പോകും, നമുക്ക് ആ ദബയിൽ പോയാലോ, അല്ലെങ്കിൽ നമുക്ക് ഈ ആഷിക് കപൂറിന് ഡയറക്ഷനിൽ കിട്ടിയ ക്യാഷ് അത്രയും ഹോട്ടലിൽ പോയോ? ഏകദേശം. ഇല്ല, ഞങ്ങള് പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റൂമിലെത്തില്ല, അവിടെ ടൗണിന്റെ നടുക്ക് ഇറക്കി വിടും മണാലിയില്. ഇറക്കി വിടും ഞങ്ങളെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വാ. ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങൾക്ക് തിരിച്ചു പോവാറുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാരൊക്കെ? അവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത പിന്നെ നമുക്ക് അത് ഈ സിനിമയിൽ തന്നെ കാണാൻ പറ്റും. കാരണം എങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ചാലും ഇങ്ങനെ പ്രകൃതി ഭംഗിയുടെ അങ്ങേറ്റത്തൊരു കുളു മണാലി. ശരിക്കും ഞാൻ ഒരാളോട് പറഞ്ഞു, ഹായ് അവിടെ പോണം. ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, എന്ന് പറഞ്ഞപ്പോ അവരെ ഇങ്ങനെ നിന്ന് ശ്വാസം പിടിക്കും. ഒരു കാര്യം പറഞ്ഞപ്പോ അപ്പൊ വീണ്ടും നമുക്ക് മണാലിയിലേക്ക് വരാം. ആ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി തന്നെ, അത് നമ്മൾ പറഞ്ഞാലോ അല്ലെങ്കിൽ പറഞ്ഞൊന്നും അറിയിക്കാൻ പറ്റില്ല. അത് ഈ സിനിമയിൽ കൂടെ കാണുമ്പോൾ അതിന്റെ ഒരു ഫീലിംഗ് ഒരു 10% ആൾക്കാർക്ക് നമ്മുടെ പരമാവധി ഞങ്ങളിപ്പോ ട്രെയിലർ ചെയ്തപ്പോ നമുക്ക് ഇത് ലൊക്കേഷൻസ് അധികം വെക്കണ്ട. ബിക്കോസ് ഇത് വലിയ സ്ക്രീനിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം അധികം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ അത്രയ്ക്കും വലിയ ലാൻഡ്സ്കേപ്സും. ജിസ്പേല് നമ്മൾ ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നില്ല. കാരണം ആഷിക്കും മധുവും റിമയും പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പോയിട്ട് ഇത് ഏത് സ്ഥലത്ത് ക്യാമറ വെക്കണം എന്ന് അറിയാത്തത് കൊണ്ട് കൺഫ്യൂഷൻ ആയിട്ട് അവര് അന്നത്തെ ദിവസം ഷൂട്ടിംഗ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ലൊക്കേഷൻ കൂടി പോയത് എങ്ങോട്ട് വെച്ചാലും ഭംഗി, എനിക്ക് ഇന്ന് വേണ്ട, കൺഫ്യൂഷൻ ആവും. എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ. തിരിച്ചു വന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് വെച്ചാലും ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ആണ്. അപ്പൊ ശരിക്കും എന്തായാലും ഗംഭീരമായിട്ടുള്ള നമ്മളെ കണ്ണിന് ഭയങ്കര കുളിരേകുന്ന കിടിലം ഫ്രെയിമുകൾ എന്തായാലും നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ കുറച്ചു പേരാണ് ഞങ്ങള്. എന്റെ നാഷിക് കപൂ ഒരു സീനിലെങ്കിലും ഒന്ന് വെച്ചുകൂടായിരുന്നു. ഇവര് പറഞ്ഞു എന്നെ വീണ്ടും കൊതിപ്പിക്കുക. ഓക്കെ, അടുത്ത പടത്തിൽ എന്തായാലും ആഷിക്ക് എന്നെ വിളിക്കണമെന്ന് പറയണം കേട്ടോ. അതെ, ഭർത്താവിലേക്കുള്ള ഏറ്റവും നല്ല വഴി ഭാര്യ തന്നെയാണ്. ഭർത്താവിന് പണി കൊടുക്കണം. അതുപോലെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്തൂടെ ട്രാവൽ ചെയ്തു. അപ്പോൾ ആ സ്ഥലത്തുള്ള ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഷൂട്ടിങ്ങിന് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ആൾക്കാർക്ക് എങ്ങനെയായിരുന്നു? നല്ല സഹകരണമാണോ? ഞാൻ നേരത്തെ പറഞ്ഞു വന്നതായിരുന്നു. ഇപ്പൊ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യം ഡ്രൈവർ ചാടി ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഡ്രൈവർ ചീത്ത പറയാ, അല്ലെങ്കിൽ എന്താ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ മറ്റൊന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇറങ്ങിയിട്ട് അപ്പുറത്തെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ സംസാരിച്ച് എന്നാ നീ അങ്ങോട്ട് എടുക്കുക, ഞാൻ ഇങ്ങോട്ട് എടുക്കുക അല്ലെ. എത്ര പ്രാവശ്യം നമ്മള് അനുഭവങ്ങൾ സമാധാനപ്രിയരാണ്. പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാം. ആൾക്കാരൊക്കെ ഡീൽ ചെയ്യാൻ അവിടുത്തെ ആൾക്കാരെല്ലാം ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് തന്നെ അവിടുത്തെ ഒരു വലിയ ടീമായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ബൾക്ക് എമൗണ്ട് പേയ്മെന്റ് ബാക്കി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഏത് പ്രൊഡക്ഷൻ ആണെങ്കിലും അത്രയും കാശ് ബാക്കി വെച്ചിട്ട് നമ്മളെ കേരളത്തോട്ട്, ഐ മീൻ ഇത്രയും അവിടെ നിന്ന് ഇങ്ങോട്ട് പോവല്ലേ നമ്മൾ സൗത്തിലോട്ട്, പിന്നെ നമ്മൾ ഒരു സ്ഥലത്തും വിടത്തില്ല. അവർക്ക് അങ്ങനെ ഒരു ട്രസ്റ്റും ഒരു സ്നേഹവും നല്ല, ഞാൻ പറഞ്ഞ പോലെ നിഷ്കളങ്കരായ കുറെ മനുഷ്യർ. ആ നിഷ്കളങ്കരായ മനുഷ്യരെല്ലാം ഫ്രോഡുകളാവുന്ന എപ്പോഴാന്നറിയോ? നിങ്ങൾ ഈ ക്യാഷ് ബാക്കി വെച്ചത് കൊടുക്കാതിരിക്കും. കേരളത്തിലെ ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം പല ഹോട്ടലുകളിലും പല സിനിമാക്കാർ ചെന്നിട്ട് അങ്ങനെ സിനിമ എന്നുള്ള വേചന തന്നെ പല തട്ടിപ്പിലും ഇരയായിട്ട് അവർക്ക് ഹോട്ടലിൽ ക്യാഷ് ആദ്യമായിട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ചിലപ്പോൾ ഞാൻ അടുത്തേക്ക് ചെയ്തു. അതെ, പ്രൊഡ്യൂസറും ഇവിടെ ഇരിപ്പുണ്ടല്ലേ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പേര് സണ്ണി, സന്ദീപ് എന്നാണ് ഞങ്ങൾ എല്ലാരും വിളിക്കും. കുടുങ്ങിയത് ലൊക്കേഷൻ ഹണ്ടിന് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുടുങ്ങിയ ആളിനെ ഒന്ന് കാണണ്ടേ? കാണണം. ഓക്കെ, വരൂ. സാൻഡി അഭിനയിച്ചിട്ടുണ്ട്, ഒരു ഫുൾ ലെങ്ത് റോളില് സാൻഡി അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ ഒക്കെ? ആഷിക് കപൂർ സിനിമയാണ്, അപ്പം ഒന്നും പറയാനില്ല. പ്രൊഡക്ഷൻ ചെയ്യുന്നത് പ്രഷർ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഫ്രീഡം അത് പറയാൻ എന്താ പറയുക, അതിനൊരു വാക്കുകളില്ല. കാരണം അത്രയും പീസ്ഫുൾ ഡയറക്ടറാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഭയങ്കര പേഷ്യൻസും ക്ഷമയുണ്ട്. അപ്പോൾ ആ ക്ഷമ പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. എല്ലാം
ആ ആഷിഖിന്റെ കൂടെ എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ഒരു നല്ലൊരു ഉഗ്രൻ ടീമുണ്ട് ആഷിഖിനെ അസിസ്റ്റ് ചെയ്യാനും, സാൻഡി അടക്കം. ഞങ്ങൾ എല്ലാവരും വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ അങ്ങോട്ടുള്ള മണാലി തൊട്ടുള്ള യാത്രയ്ക്ക് വളരെ കുറച്ച് പേരടങ്ങുന്ന ഒരു ക്രൂ ആയിരുന്നു. അപ്പൊ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും അതെ ഒരു കുടുംബം പോലെ എന്നൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയാലും അതിന്റെ കൂടെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ മക്കളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അവരും ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെയാണ്. അതെ, എക്സിക്യൂട്ടീവ്. ആ മണാലിൽ കൊടുക്കാനുള്ള ബാക്കി പൈസ ഒന്നും എല്ലാം ക്ലിയർ പക്ക. അപ്പൊ ഒന്നല്ല, ഇനി ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കട്ടെ. അതിരിക്കട്ടെ. കല്യാണം കഴിച്ചോ? കഴിച്ചു. അതിലെത്ര പ്രൊഡക്ഷൻ ഉണ്ട്? ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, ഉടനെ തന്നെ അവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനി ഒരു ഡബ് സ്മാഷ് ആണ് ഇവര് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡബ് സ്മാഷ് ആണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമല്ല. ഒരുപാട് ഡബ് സ്മാഷ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇല്ല, ഓക്കെ. അത് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു ഭാഗ്യം കൂടിയാണ്. ഇതാ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡബ് സ്മാഷ് ആണ് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നമ്പർ 1 ഹിറ്റായി മാറിയ ലാലേട്ടനും മഞ്ജു വാര്യറും മത്സരിച്ചഭിനയിച്ച ഒരു പടമാണ്. ഏത് പറഞ്ഞു? ആറാം തമ്പുരാനിലെ ചെറിയ ഒരു പോർഷൻ. ഓക്കെ, ഇതിലൊരു ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് പറയാൻ പോകുന്നത്. മോഹൻലാലായിട്ട് മഞ്ജു വാര്യറും മഞ്ജു വാര്യരായിട്ട് റിമ കല്ലിങ്കലും. ഓക്കെ, ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചോളിക്കാരിയാ. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ടുമായ പറയണില്ല. അടിച്ചോളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ശംഭോ മഹാദേവാ. സൂപ്പർ. ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റൗണ്ടാണ്. എനിക്ക് അറിയില്ല മഞ്ജു ഒക്കെ ഇതിൽ എത്രത്തോളം ബ്രില്യൻ്റ് ആയിരിക്കുമെന്ന്. ശരി, എന്നാ ചോദിച്ചോളൂ. ഇതിവിടെ സാധാരണ വരുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ കൊടുക്കാറുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരമാണ്. നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. കുസൃതി ചോദ്യങ്ങളാണ്. പിന്നെ ഇന്ന് ഇവരായതുകൊണ്ട് ഇവര് നമ്മുടെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള 2 ആക്ട്രസസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇവരോട് കുറച്ച് GK കൂടെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ GK എന്തേലും ഉണ്ടല്ലോ. അല്ല, മലയാളികൾ അറിയണല്ലോ. അതാണ് ശരി. ഇത് ഭയങ്കര സിമ്പിൾ. ആദ്യം കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ളതിലേക്ക് പോകുന്നുള്ളൂ. എലി പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രം. എലി പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രം ഭയങ്കര സിമ്പിളാ. ഉറപ്പായിട്ടും മൗസും. എലി പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം. കമ്പ്യൂട്ടർ. സുരാജേട്ടൻ എന്റെ കൂടെ കൂടി അത് പോട്ടെ. മൗസ് ഞാൻ പറഞ്ഞു. അതാണ് ശരിക്കും മഞ്ജു പറഞ്ഞ. അതെ, മൗസ് പറഞ്ഞുകൊണ്ട് കിട്ടിയതാ. ശരി, പോട്ടെ. അത് വിട്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും പൊതുവായുള്ള ഒരു സംഭവം. വിദ്യാഭ്യാസം പറഞ്ഞത്. ഇനി താങ്കൾ പറയും. റിമ പറയും. വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്താണിത്? ഓഡിയൻസ് സഹായിക്കാൻ പാടില്ല. കാലാവസ്ഥയിലും എന്തോ വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും ചേട്ടന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ആദ്യം പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ബാക്കി പറയാൻ പറ്റുള്ളൂ. അല്ല, കാലാവസ്ഥ
വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവള് ഇരുന്നിരുന്ന് വരെ കോമഡി പറയും. കള്ള സൈക്കിളാന്ന് പറയും. അവസ്ഥയിൽ എന്താ ഡിഗ്രി, കാലാവസ്ഥ, വിദ്യാഭ്യാസത്തിലെ ഡിഗ്രി, കാലാവസ്ഥയിലെ ഡിഗ്രി. പക്ഷെ ഇതൊക്കെ എഴുതി കൊടുക്കുന്നതേ കറക്റ്റ് ഉത്തരവ് കൂടെ എഴുതി ചേട്ടാ ഇത് കൊടുക്കുന്നുണ്ടോ? എന്നും പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇത് എന്നും എന്റെ ബുദ്ധിയല്ല, അങ്ങനെ കുഴപ്പമില്ല. അല്ല, എനിക്ക് ചേട്ടൻ അങ്ങനെയൊക്കെ പറയണം ജയിക്കണമെങ്കിൽ. ചിലതൊന്നും എനിക്ക് കിട്ടൂല. ഈ ഹാർട്ട് ഓപ്പറേഷന് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? യു ബൈപാസ് എ ബ്ലോക്ക്. പിന്നെ നമ്മള് വലിയ എവിടെയോ ഞാൻ കണ്ടു. നമ്മള് ഓപ്പറേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ ബൈ, ആ സക്സസ് ആവുകയാണെങ്കിൽ പാസ്. ഞാൻ എവിടെയോ കണ്ടു, ഇത് എവിടെയോ കേട്ടു. അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓപ്പറേഷൻ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ പാസ്സായി, അല്ലെങ്കിൽ പിന്നെ ബൈ. അതുകൊണ്ടാണ് ഇതിനെ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഇത് കുസൃതിയായിട്ട് പറഞ്ഞാണ് കേട്ടോ. ശരിക്കുള്ള റീസൺ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് സത്യമായിട്ട് എനിക്ക് അറിയാവുന്നതായിരുന്നു കേട്ടോ, അല്ലാണ്ട് നേരത്തെ പറഞ്ഞതല്ല. ഓക്കെ, ഇനി എന്തായാലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. ഈ താറാവിനെ കണ്ടിട്ടില്ലേ? താറാവ്, ഈ താറാവ് ഇവിടെ കേരളത്തിലുള്ളതാണ്. താറാവെല്ലാം കണ്ടു വളർന്നവർ. ശരിയാ ചേട്ടാ, ഞാൻ ഒന്നും ആലോചിച്ചില്ല. ശരി, അപ്പൊ ഈ ഒരു താറാവ് പോകുമ്പോ ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ പിന്നാലെയാ പോവാറ്, അല്ല ക്യൂ ആയിട്ട്. അതുകൊണ്ട് അവരിങ്ങനെ എത്ര അനുസരണയോടെ ക്യൂ ആയിട്ട് പോകുന്നത്? ചേട്ടാ, ഓ പിന്നെ ചേട്ടാ ഒന്നുമല്ല, കുറച്ചും കൂടെ ആലോചിക്കൂ. താറാവ് എന്തിനാ വരി വരിയായിട്ട് പോകുന്നത്? ആ, ഒന്നിന്റെ പിന്നാലെ ഇങ്ങനെ ഒന്നായിട്ട് നല്ല കൃത്യമായിട്ട് അസംബ്ലിക്ക്. പറയൂ പറയൂ പറയൂ. അതെ, അല്ല അങ്ങനെ വിളിക്കുന്നുണ്ടാ ബാക്കി ഇങ്ങനെ പുറകെ പോകുന്നു. പിന്നെ ഇവരുടെ ചില പ്രത്യേക അഭ്യർത്ഥന മാനിച്ചിട്ട് നിങ്ങളുടെ ജിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ 2 ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വരണ്ടായിരുന്നു. ഭൂമിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരേ ഒരു വസ്തു, നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരേ ഒരു സംഭവം എന്താണ്? ഭൂമിയിൽ നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരേ ഒരു സംഭവം എന്താണ്? അച്യുതണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു സങ്കല്പമല്ലേ ചേച്ചി, ഒരു സംഭവം ഇല്ലല്ലോ. ഭൂമിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരേ ഒരു സംഭവം എന്താണ്? നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഭൂമി എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ലൈഫുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ തന്നെ പറഞ്ഞായിരുന്നു ഉത്തരം. പ്രകാശം. അതെ, ഇടയ്ക്ക് എന്റെ തന്നെ പിടിപെട്ടു. ഇടയ്ക്കെപ്പോഴും ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. പ്രകാശരശ്മികൾ എപ്പോഴും അത് മാത്രമാണ് നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്നത്. താങ്ക് യു. അതൊരു ജി കെ ആയിരുന്നു. പുതിയ അറിവായിരുന്നു. പുതിയ അറിവല്ല, പഴയ അറിവ് ഓർത്തില്ല. ഇനി ഒരെണ്ണം കൂടി ഇതുപോലെ ചോദിച്ചോട്ടെ, ഇതെന്തായാലും പറയാൻ പറ്റും. അവളെ റിമ പറയുന്ന ഈ ATM-ന്റെ ഫുൾ ഫോം എന്താ? ATM-ന്റെ ഫുൾ ഫോം ഞാൻ പറയാം എനി ടൈം മണി എന്നാ. അതല്ലല്ലോ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഞാൻ പ്രതീക്ഷിച്ചില്ല. സിനിമയിൽ നിൽക്കേണ്ട ആളല്ല, ATM കൗണ്ടറിൽ നിൽക്കേണ്ട. അതിനെ കുറിച്ചൊരു പ്രത്യേക ക്ലാസ് ഒക്കെ എടുത്ത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് നിങ്ങൾ പാസ്സായതായി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പാസ്സായതായി നമ്മൾ. അതാരൊക്കെ ഈ വരുന്നത്? അതെ, ഈ വരുന്നവരാരാന്നറിയോ? ഈ റാണി പത്മിനിമാർക്ക് ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഇവരുടെ പേരാണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത്. അതെ. അയ്യോ ചേച്ചി, ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഇവനുണ്ടല്ലോ, ചേച്ചിയുടെ പേര് പറഞ്ഞു കണ്ട ഇവ മരിക്കും. പിന്നെ പറയണ്ട, പേര് പറയണ്ട. അതല്ല, ചേച്ചിയുടെ പേര് പറഞ്ഞാൽ ഇവന് ഭ്രാന്താങ്ങ്. കണ്ടാലും തോന്നുന്നു. കണ്ടാലും തോന്നുന്നു. ഹായ് റിമ ചേച്ചി. അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു? ഓ, സുഖമായിട്ടിരിക്കുന്നു. അച്ഛന്റെ എത്രയോ പടങ്ങൾ ഞാൻ കണ്ടേക്കണം. പിന്നെ പക്ഷേ അച്ഛന്റെ ചില ഡയലോഗ്സ് ഒക്കെ വ്യക്തത കുറവാണ്. സിനിമ നടനോ? റിമയുടെ അച്ഛൻ സിനിമ നടനല്ല. ശശി കലിംഗയുടെ മോളല്ലേ റിമ കലിംഗ? എന്റെ ദൈവമേ, ശശി കലിംഗയുടെ മകളല്ല. അച്ഛനെയൊക്കെ മാറ്റിക്കളയുന്നു.
വേറൊരു അച്ഛനുണ്ട്. ആ അത് ശശി കലിംഗ. കലിംഗ എന്ന് പറയുന്ന ഒരു തിയേറ്ററിന്റെ പേരാണ്, നാടക ട്രൂപ്പിന്റെ. ഇത് റിമ കല്ലിങ്കൽ, അത് വീട്ടുപേരാണ്. നിങ്ങളിങ്ങനെ എന്നോട് കളിക്കുന്നത് എന്തിന്? നിങ്ങൾക്ക് പിന്നെ കളിക്കാതെ തെറ്റൊക്കെ പറഞ്ഞു നിർത്തിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഫാൻസ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വന്ന കാര്യം പറയാം. എന്താണ്? അതായത് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഫാൻസ് അസോസിയേഷൻ ആരോട് ചോദിച്ചിട്ടാ? അത് ആരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫാൻസ് എന്ന് പറഞ്ഞാൽ ആരാധകർ. അപ്പൊ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കൂട്ടായ്മ ആണല്ല. ഇവരെ രണ്ടുപേരെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവരുടെ പേരിൽ ഞങ്ങള് ഒരു കലിങ്കയിലിരുന്ന് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തി. ഇവരുടെ പേരിൽ ഞങ്ങൾ ഒരു തീരുമാനിച്ചു. എന്താ അതിന്റെ പ്രവർത്തന ഉദ്ദേശം? ചാരിറ്റി. അത് ഞങ്ങള് ശബ്ദം ചെയ്തിരിക്കുകയാണ്. ചാരിറ്റി. എന്തായാലും മലയാളത്തിലെ റാണി പത്മിനിമാർക്ക് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ട് അതിന് ചാരിറ്റി കൊടുക്കുന്നത് അതെന്തായാലും ചെയ്യണം. എന്തൊക്കെയാണ് ആ ചാരിറ്റിയിൽ ഉൾപ്പെടുത്തി? സമൂഹത്തിന്റെ താഴെ കടയല്ലടോ, താഴേക്കിട. കടയായാലും കിടയായാലും കൊള്ളാം. പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എനിക്കിങ്ങനെ ഓടിച്ച് പുറത്തോട്ട് പോകാൻ ആക്റ്റീവ സ്കൂട്ടർ, ഇതൊക്കെ വാങ്ങി കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളുടെ പ്ലാൻ. അല്ല അതൊക്കെ എന്തായാലും നല്ല ഉദ്ദേശങ്ങളാണ്. അല്ല ഈ ആക്റ്റീവയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കോ? അതിനുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടുത്തിയോ? അയ്യ, അങ്ങനെ നമ്മൾ തെരഞ്ഞു പിടിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്റെ ഭാര്യയും പിള്ളേരും മക്കളും. ഓ അത് ശരി. അപ്പൊ ചാരിറ്റി ചെയ്തിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അല്ല ഇത് എനിക്ക് മാത്രമല്ല, ഇവർക്കും കൊണ്ടുപോകണം. അല്ലെങ്കിൽ കണ്ടല്ലോ ഇവരുടെ പെണ്ണുമ്പിള്ളമാർ ഇവരെ തല്ലും. ഇറങ്ങി പോയിണ്ട, ഇറങ്ങി പോടാ, ഇനി ഇവിടെ നിൽക്കണ്ട. അത് ശരി. കറക്റ്റ് വേണോ? ഞാനിപ്പോ പോലീസിനെ അറിയിക്കും. പോലീസിനെ ഇങ്ങോട്ട് വിളിക്കാം. ഞങ്ങൾ പോലീസിനെ കണ്ടു പേടിച്ചോ. നിങ്ങൾ പോലീസിനെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാ പോകണം. അതെന്തിനാ? അവിടുത്തെ എസ് ഐയുടെ പേരിലേ ഞങ്ങൾ പുതിയ ഇറങ്ങി പോടാ. അയ്യേ, നമുക്ക് വേറെ നല്ല ആൾക്കാരെ നോക്കാം. ഒരു ഉപകാരം ചെയ്യാൻ. എന്തായാലും എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് റിമയുടെ അച്ഛന്റെ പേര് കലിംഗ. ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തൊക്കെ പേര്? റിമ കല്ലുമ്മേക്ക, ഇങ്ങേരുടെ വകയായിരുന്നു ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ റിമ കലിംഗ ശശി എന്നൊക്കെ. Luna's Comedy Super Night powered by Gopu Nandala G-Mart, co-presented by Kairali TMT Steel Bars-ലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT Steel Bars, ഇത് കലക്കിട്ട ബ്രോ. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചളിക്കാരിയാ. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉന്നമായ പറയണില്ല. അടിച്ചളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ശംഭോ മഹാദേവാൻ. കൈരളി TMT Steel Bars, ഇത് കലക്കിട്ട ബ്രോ. Welcome back to Luna's Comedy Super Night powered by Gopu Nandala G-Mart, co-presented by Kairali TMT Steel Bars. ഒരുപാട് സന്തോഷം ഇത്രയും നേരം പ്രേക്ഷകരെ എല്ലാവരെയും സത്യം ഒരു എന്താ നമ്മളെ കുറച്ചു നേരം ആനന്ദ പുളകിതമാക്കി. അതൊക്കെ കറക്റ്റ് അല്ലേ? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആനന്ദ പുളകിതരാക്കി എന്ന് വേണം പറയാൻ. ആനന്ദ പുളകിതരാക്കി. എന്തായാലും ഒരുപാട് സന്തോഷമായി നിങ്ങൾ വന്നതിലും ഇത്രയും നേരം നിങ്ങളുടെ അനുഭവങ്ങളും സിനിമാ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും വരണം കേട്ടോ. ഇനി ഇതുപോലെ ഹിറ്റ് സിനിമകൾ വരുമ്പോ, ഹിറ്റ് സിനിമകളാണ് അല്ലേ?
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീം വർക്ക് കണ്ടു ഇവിടെ ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ ഇത്രയധികം ആൾക്കാർ സ്കിറ്റ് ചെയ്യുന്നവരായിട്ട് സുരാജ് ഏട്ടനും നിങ്ങളെല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു സീ ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്ന കാണാൻ. സുരാജ് ഏട്ടന്റെ ഇൻവോൾവ്മെന്റ് ഈ ഷോയുടെ ഇത്രയും വലിയ വിജയത്തിന്റെ കാരണവും അത് തന്നെയാണ് സുരാജേട്ടനെ പോലെ ഒരു കലാകാരന്റെ പങ്കാളിത്തം പോലെ തന്നെ അത് ഇപ്പൊ ഈ നമ്മൾ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലവും ഒക്കെ ഞാനത് ശ്രീകണ്ഠൻ നായർ സാറോട് പറയുമായിരുന്നു. അത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സ്റ്റുഡിയോ വെച്ചിരിക്കുന്ന സെറ്റ് അടക്കം. ഈ ഹോൾ സ്റ്റുഡിയോ ഇരിക്കുന്നത് അത്രയും നല്ലൊരു സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ ചാനലിനും പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ പ്രോഗ്രാമിനും അതിന് എല്ലാ പ്രോത്സാഹനം തരുന്ന മലയാളികളോടും നന്ദി പറയുന്നു. ഇതിനെയും വലിയ 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 വിജയങ്ങളിലേക്ക് ഈ ഷോ കുതിച്ചു പൊങ്ങട്ടെ എന്ന് തീർച്ചയായിട്ടും മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ആഷിഖ് കപൂറിന്റെ റാണി പത്മിനി. എന്തായാലും മലയാളത്തിന്റെ റാണി പത്മിനിമാരായിട്ട് നീണാൽ വാഴട്ടെ, നീണ്ടകാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Luna's Comedy Super Night powered by Gopu Nandalan G-Mart co-presented by Kairali TMT Steel Bars ന്റെ ഒരു തകർപ്പൻ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.